ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ അല്ലെ. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ എടുത്തത് എന്തായിരുന്നു? ബോണ്ടിങ് ആയിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്തൊക്കെ എടുത്തു? FC എടുത്തു, ഫോർമൽ ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ രൂപത്തെ ക്ലാസ്സാണ്, ലാസ്റ്റത്തെ ക്ലാസ് രൂപത്തെ ക്ലാസ്സാണ്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഒക്ടറ്റ് റൂൾ പറഞ്ഞു. ഒക്ടറ്റ് റൂൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബോണ്ട് ലെങ്ത് പാരാമീറ്റേഴ്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലുള്ള മെയിൻ കാര്യം തുടങ്ങിയത്. അത് പൊളാരിറ്റി ഓഫ് ബോണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ തുടങ്ങിയത് എന്തായിരുന്നു? പൊളാരിറ്റി ഓഫ് ബോണ്ട്. പൊളാരിറ്റി ഓഫ് ബോണ്ടില് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ടേം ഡൈപോൾ മൊമെന്റ് ആണ്. എന്തായിരുന്നു? ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടെ നമ്മൾ പറഞ്ഞു ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു ചാർജ് ഇൻടു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഇപ്പൊ ചാർജ് ഇൻക്രീസ് ചെയ്താൽ ഡൈപോൾ മൊമെന്റ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ചാർജ് ഇൻക്രീസ് ചെയ്താൽ ഡൈപോൾ മൊമെന്റ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഡൈപോൾ മൊമെന്റ് ഡാഷ് ക്വാണ്ടിറ്റി ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വാട്ട് യു മീൻ വെക്ടർ? എന്തായിരുന്നു നെക്സ്റ്റ്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ NF3 NH3 ഒരു കമ്പാരിസൺ ഒക്കെ വരച്ചു. അതിനു മുമ്പ് BF2 BF3 BCF3 അങ്ങനെയൊക്കെ നമ്മൾ വരച്ചു, ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഫജൻസൺ റൂൾ എന്ന് പറയുന്ന റൂൾ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള VSEPR തിയറി എഴുതിയത്. VSEPR തിയറി അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. VSEPR തിയറിയിൽ നമ്മൾ പറഞ്ഞു വാലൻസ്, ഷെൽ, ഇലക്ട്രോൺ, പെയർ, റിപ്പൽഷൻ തിയറി. പർപ്പസ് എന്താണ്? VSEPR തിയറി കണ്ടെത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് ആദ്യത്തെ പോയിന്റ്. ഷേപ്പ്. ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ അതിന് ഓൾറെഡി നല്ല ഭംഗിയുള്ള ഷേപ്പ് ഉണ്ട്, നല്ല പിരിവഡ് ഷേപ്പ് ഒക്കെ ഉണ്ട്. വാട്ട് ഇസ് റീസൺ ഫോർ ദാറ്റ് ഷേപ്പ്? അതാണ് നമ്മൾ തുടങ്ങിയത്. എന്തായിരുന്നു? ഷേപ്പ്. ഷേപ്പിന്റെ റീസൺ ഡാഷ് ആണ്. എന്തായിരുന്നു? വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമ്പോഴാണ് അത് ഷേപ്പ് വരുന്നത്? മിനിമൈസ് റിപ്പൽഷൻ, മാക്സിമൈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ഷേപ്പ് എന്ന് പറയുന്നത്. അത് എവിടെയായിട്ടാണ് എടുക്കേണ്ടത്? സ്പെറിക്കൽ സർഫസ്. ഓക്കെ, സ്പെറിക്കൽ സർഫസിലാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാണ് മൾട്ടിപ്പിൾ ബോണ്ട് കൺസിഡർ ആസ് എ ഡാഷ്, സിംഗിൾ സൂപ്പർ പെയർ അല്ലെ. മൾട്ടിപ്പിൾ ബോണ്ട്, സിംഗിൾ സൂപ്പർ പെയർ എന്ന് പറഞ്ഞ് എഴുതി. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ കുറെ മോളിക്യൂൾസ് എഴുതി. ആ മോളിക്യൂൾസ് അവിടെ തൊട്ട് അയാൾ കറക്റ്റ് ആയിട്ട് പറയാന്നൊക്കെ പറഞ്ഞ് ബിൽഡിംഗ് ആയിട്ടിരിക്കണം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആ മോളിക്യൂൾസിന്റെ പേരുകൾ BeF2 ലീനിയർ കേട്ടോ. BF2 ലീനിയർ നമ്മൾ ലാസ്റ്റ് വരച്ച ഒന്നും കൂടി വേഗം പറഞ്ഞു പോവാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു BF2 എന്തായിരുന്നു? ലീനിയർ ആണ്. സെക്കൻഡ് എന്തായിരുന്നു? BF3 ട്രയഗണൽ പ്ലാനർ. തേർഡ് എന്തായിരുന്നു? CH4 എന്തായിരുന്നു? ദെൻ നെക്സ്റ്റ് ഫോർത്ത് എന്തായിരുന്നു? PCl5 ട്രയഗണൽ ബൈപ്ലെയിൻ. ദെൻ 5 എന്തായിരുന്നു? SF6 എന്തായിരുന്നു? ഒക്ടാഹെഡ്രൽ. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? IF7. അപ്പോ ഇവിടെ എല്ലാം നോക്കുമ്പോ സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയർ ഇല്ല എന്ന് പറഞ്ഞ ബോണ്ട് പെയർ മാത്രമുള്ളതാണ്. ബോണ്ട് പെയർ ഓൺലി. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ബോണ്ട് പെയർ മാത്രമാണ് പഠിച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെ അതിന്റെ ഭംഗിയായിട്ടൊക്കെ വരക്കൊക്കെ ചെയ്തു അല്ലെ. BE ഇതുപോലെ ഇങ്ങനെ വരച്ചു. എന്നിട്ടാണ് ലീനിയർ എന്നൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയത്. ഓക്കെ, BF3 നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിട്ട് കുഴപ്പമില്ല. ചില ആൾക്കാർ കേട്ടോ ഓർത്തോളൂ, പഠിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. ഓക്കെ, അങ്ങനെ അത് കൊണ്ടെഴുതുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. CH4 എന്തായിരുന്നു? CH4 ഷേപ്പ് ടെട്രാഹെഡ്രൽ അല്ലേ. ബോണ്ട് ആംഗിൾ എത്രയായിരുന്നു? 109.5 അല്ലേ. 109.5. നെക്സ്റ്റ് PCl5 എന്തായിരുന്നു? ട്രയഗണൽ ബൈ പിരമിഡ്. ഓക്കെ, രണ്ട് പിരമിഡ് ജോയിൻ ചെയ്താൽ എങ്ങനെയിരിക്കും അല്ലെ. ഓക്കെ, ഇവിടെ P വരും, Cl. SF6 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒക്ടാഹെഡ്രൽ അല്ലെ. ഇപ്പൊ ഇവിടെ S കൊടുക്കും, ഫ്ലൂറിനെല്ലാം ഈ ഇവിടെ വരുന്ന രീതിയിലുള്ള ഷേപ്പ്. ഇതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഴുതിയത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ലാസ്റ്റ് ക്ലാസ് കണ്ടന്റ് ഏകദേശം ഒന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇവിടെ I കൊടുക്കും, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും F കൊടുക്കും.
ഇനി ഇത് പഠിക്കുന്നതിന്റെ പർപ്പസ്, അപ്പൊ ഇത് നിങ്ങൾ അൾട്രാ ക്ലിയർ ആയിട്ട് എക്സലന്റ് ആയിട്ട് പഠിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്വസ്റ്റ്യൻ ഇതിന് ചോദിക്കുന്നു. അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ അവർക്ക് ഇഷ്ടമുള്ള ഏത് മോളിക്യൂളും ചോദിക്കാം. അപ്പൊ ഇത് വെച്ച് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ. അങ്ങനെ പറയാനായിട്ട് നിങ്ങൾ വില്ലിംഗ് ആയിരിക്കും അല്ലെ? ഓക്കെ. സിലിക്കൺ ടെട്രാഫ്ലോറൈഡ് SiCl എന്തായിരിക്കും അതിന്റെ ആംഗിൾ, എന്തായിരിക്കും അതിന്റെ ഷേപ്പ്? അതെന്താണ് ഷേപ്പ് എന്ന് പറയുന്നത്? ലീനിയർ ആണോ, പിരമിഡ് ആണോ, ടെട്രാഹെഡ്രൽ? ആരെപ്പോലെ ഓർത്ത് നോക്കണമുണ്ടോ? ആരെപ്പോലെ? CH4. പക്ഷെ ചിലപ്പോൾ അതാവില്ല. അതിനുവേണ്ടി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം സിലിക്കൺ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ആണെന്ന് നോക്കണം. സിലിക്കൺ എത്രയായിരുന്നു? അറ്റോമിക് നമ്പർ 14 അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും? 2,8,4. ബാലൻസ് ഇലക്ട്രോൺ എത്രയാ? 4. അപ്പോ ഇവിടെ സിലിക്കണിന്റെ ചുറ്റിനും എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1, 2, 3, 4. അപ്പൊ കണ്ടോ ക്ലോറിൻ വരുമ്പോ എന്താണ്? 4. അപ്പൊ 4 ബോണ്ട് പെയർ ഓൺലി ആണെങ്കിൽ അത് ആരെ പോലെ ആയിരിക്കും? CH4. 5 ബോണ്ട് പെയർ ഓൺലി ആണെങ്കിൽ ആരെ പോലെ ആയിരിക്കും? PCl5. 5 ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ബോണ്ട് മാത്രം അല്ലെ? ഓക്കെ. ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നാൽ അതിനെന്ത് വിളിക്കും? ലോൺ പെയർ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഹെഡിങ് നമ്മൾ എഴുതാൻ പോകുന്നത് ലോൺ പെയർ ആൻഡ് എന്ത് വരും? ബോണ്ട് പെയർ. കേട്ടോ നോക്കാം. ലോൺ പെയറും ബോണ്ട് പെയറും വരുന്ന കാറ്റഗറിയാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. കേട്ടോ നോക്കാം. അപ്പൊ അടുത്ത ഹെഡിങ് ഒന്ന് എഴുതി കേട്ടോ. ഓക്കെ. അടുത്ത ഹെഡിങ് ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ. അടുത്ത ഹെഡിങ് ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ. നെക്സ്റ്റ് ഹെഡിങ് ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ. അപ്പോ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ വന്നിട്ടാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് പഠിപ്പിച്ചിട്ട് ഇതിലേക്ക് കമ്പയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കുറെ എക്സാമ്പിളുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ എക്സാമ്പിളിൽ നിന്നാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഏരിയ ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തെ കൊണ്ടുവരുന്നത് NH3 ആണ്. NH3 നൈട്രജൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? നൈട്രജൻ അറ്റോമിക് നമ്പർ 7. അറ്റോമിക് നമ്പർ എത്രയാ? 7. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം നോക്കൂ കേട്ടോ. അപ്പൊ എങ്ങനെ എഴുതും? 2,5. 2,5. അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പൊ കേഷനിൽ 2, ഔട്ടർ മോസ്റ്റിൽ 5. ഇപ്പൊ നൈട്രജൻ ഞാൻ ഇങ്ങനെ എഴുതും. എന്നിട്ട് 1, 2, 3, 4, 5, 6. 5 ഉണ്ട്. 1, 2, 3, 4, 5. ഇനി എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ നോക്കാം. ഇവിടെ നോക്കിയേ H, ഇവിടെയും H, ഇവിടെയും H. ഇനി ഇതേ നോക്കി, ഇതാണ് ലോൺ പെയർ. അപ്പൊ എത്ര ലോൺ പെയർ, എത്ര ബോണ്ട് പെയർ? 3 ലോൺ പെയർ, 2 ബോണ്ട് പെയർ ആണോ? 1 ലോൺ പെയർ ആണ്. 2 ഇലക്ട്രോണിനെയാണ് ഒരു പെയർ ആയിട്ട് പറയാം. അപ്പൊ എത്രയായിരിക്കും? 1 ലോൺ പെയർ. അപ്പൊ ഇതിന് എഴുതുമ്പോൾ ഞാൻ എഴുതും 3 ലോൺ പെയർ ആൻഡ് എന്താണ് 3 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ. അപ്പൊ ടോട്ടൽ എത്രയായി? 4 വന്നാൽ ഇതില് 4 വന്നേക്കുന്ന പോലെ വരച്ചാൽ മതി. ഇതിൽ ആരാ 4 വന്നേക്കുന്നത്? ഇതല്ലേ 4 വന്നേക്കുന്നത് കേട്ടോ. 4 വന്നേക്കുന്നത്. അപ്പൊ അതുപോലെ വരയ്ക്കും. ഞാൻ വരക്കണം നോക്കി കേട്ടോ. N ഇനി ഈ ലോൺ പെയർ ഈ ഒരു പൊസിഷൻ ഉണ്ടോ? ഓക്കെ. അപ്പൊ എന്താ ചെയ്തത് മനസ്സിലായോ? ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെ പോലെ വരക്കണ്ടേ? CH4 ഉണ്ടോ? CH4 പോലെ ഇങ്ങനെ വരച്ചു ഉണ്ടോ? CH4 ഇങ്ങനെയല്ലേ വരച്ചേക്കുന്നത് കണ്ടോ? ഞാൻ വരച്ചു കണ്ടോ? ഇങ്ങനെ വരച്ചേക്കുന്നത്. അതുപോലെ വരച്ചിട്ട് ഒരു പൊസിഷനിൽ എന്ത് കൊടുക്കണം? ലോൺ പെയർ കേട്ടോ. ഇയാൾ ചോദിക്കും സാർ ഈ H മോളിട്ട് ഇവിടെ ലോൺ പെയർ അങ്ങനെ ആയിരുന്നു. 3D മറിച്ചിട്ട് അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഒരു പെയർ എന്താകും? ലോൺ പെയർ. ഇനി ഷേപ്പ് പറയുമ്പോൾ ലോൺ പെയർ മാറ്റിട്ടാണ് ഷേപ്പ് പറയുന്നത്. അങ്ങനെ ലോൺ പെയർ മാച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഈ ലോൺ പെയർ ഇല്ലാതെ ഇതിന്റെ ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും?
ലോൺ പെയർ ഇല്ലാതെ ഷേപ്പ് എന്തായിരിക്കും? നിങ്ങളൊന്ന് മനസ്സിലായി ഇതെല്ലാം ജോയിൻ ചെയ്തേ അല്ലെ? ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്താൽ വരും ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ്. അതിനെ വിളിക്കുന്ന പിരമിഡ് എന്നാണ്. ഇതിനെന്താ വിളിച്ചത് നമ്മൾ? ടെട്രാ ടെട്രാ. ഇതിനെന്ത് വിളിക്കും? പിരമിഡ്. പിരമിഡ് എന്നാണ്. ഓക്കെ, അപ്പോ ഒന്ന് വരച്ചു NH3 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 എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് എന്ത് ചെയ്യുക? 5 ഡോട്ട് വരക്കുക, എന്നിട്ട് എന്താ 3 കൊടുക്കുക. അപ്പൊ 3 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ. 3 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇതെല്ലാം കാണാതെ പഠിക്കണം എന്നാ പറയുന്നത്. ഇങ്ങനെ വന്നിട്ട് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. 2 ലോൺ പെയർ 2 ബോണ്ട് പെയർ കാണാതെ പഠിക്കേണ്ടി വരും. കുറെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ പിന്നെ നമുക്ക് ഇത് വരുമ്പോ ആ കാണാതെ പിടിച്ച് കിട്ടിയിരിക്കാൻ എല്ലാത്തിട്ട് പോകും എന്നുള്ള ലെവൽ വരും. അത് വരാതെ ഞാൻ ട്രിക്കാണ് കുറച്ചുകൂടി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും കേട്ടോ. അപ്പൊ ഇവിടെ ലോജിക്ക് ഓർക്കുക, ഈ ലോൺ പേര് മാറ്റാൻ എങ്ങനെ ഇരിക്കുന്നോ അതാണ് അതിന്റെ ഷേപ്പ് ആയിട്ട് പറയാം. വരക്കും ഇതുപോലെ വരച്ചാം, പക്ഷെ പറയുമ്പോൾ ഇതിന്റെ ഷേപ്പ് എന്താ? പിരമിഡ്. എഴുതണം കേട്ടോ. ഷേപ്പ് എന്തായിരുന്നു? പിരമിഡ്. ഷേപ്പ് എന്തായിരുന്നു? പിരമിഡ്. അടുത്തത് SF4. SF4 ഇത് കഴിഞ്ഞാൽ SF4 കേട്ടോ. ഇതിന്റെ ഷേപ്പിന്റെ പേര് പിരമിഡൽ എന്നെഴുതണം കേട്ടോ. പിരമിഡൽ. നിങ്ങൾ ഈ ഇതൊന്നും വരക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വരച്ചാൽ മതി. ഇതിന്റെ ഷേപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയത് പിരമിഡൽ ആണ് എന്നത് മൈൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത്ര എഴുതിയാൽ മതി. ഷേപ്പ് എങ്ങനെ വന്നു എന്ന് ഓർത്ത് നോക്കാം. ഈ ബേസിൽ ജോയിൻ ചെയ്യും, ഈ ലോൺ പെയർ ഇല്ലാതെ കണക്ട് ചെയ്യുമ്പോൾ പിരമിഡൽ ആണ് കേട്ടോ. ഇനി ഇതിന്റെ ബോണ്ട് ആംഗിൾ കാണാൻ നിങ്ങളൊന്ന് പഠിക്കേണ്ടി വരും. ഇവിടെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 107. നേരത്തെ എത്രയായിരുന്നു? 109.5 ആയിരുന്നു. ഇത് 107 ആയി. വാട്ട് ഇസ് ദ റീസൺ? ഇതിന് 109.5, ഇത് 107 ആയി. നിങ്ങൾ എഴുതിയിരിക്കുന്ന പോസ്റ്റേഷനിലെ ലാസ്റ്റ് വേർഡിന്റെ മീനിങ് ആണ്. ലാസ്റ്റ് വേർഡിന്റെ പോസ്റ്റേഷൻ ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? ലോൺ പെയർ ബോണ്ട് പെയർ. അത് കഴിഞ്ഞാൽ ബോണ്ട് പെയർ. ഇവിടെ നോക്കിയേ, ഇവിടെ ബോണ്ട് പെയർ ആണ്. അപ്പൊ റിപ്പൽഷൻ കുറവാ. അപ്പൊ എത്ര വരുന്നു? 109.5 ഉണ്ടോ? ഇവിടെ നോക്കിയേ, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ എന്ത് ചെയ്യും? കൂടും. ഈ ഇലക്ട്രോൺ അതിനെ പിടിച്ച് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പോൾ സൈറ്റ് എന്ത് ചെയ്യും? ആംഗിൾ എന്ത് ചെയ്യും? കുറയും. മനസ്സിലായി? റിപ്പൽ ചെയ്യുമ്പോൾ ആംഗിൾ എന്ത് ചെയ്യും? കുറയും അല്ലെ? സ്ട്രോങ് ആയിട്ട് തന്നെ റിപ്പൽ ചെയ്യും. ഇപ്പൊ 2 ലോൺ പെയർ വരുമ്പോൾ ഇനി വാട്ടർ ഉണ്ട്. 2 ലോൺ പെയർ വരുന്നത്. അപ്പൊ അതിന്റെ സൈസ് വീണ്ടും ഒന്ന് കുറയും കേട്ടോ. അപ്പൊ അങ്ങനെ കുറഞ്ഞുകൊണ്ടേ കേട്ടോ. പിന്നെ ഷേപ്പിന്റെ പേരെന്താ? കേട്ടോ. അടുത്തത് വാട്ടർ. നെക്സ്റ്റ് വാട്ടർ. അതിന് മുമ്പ് ഓർത്ത് നോക്കാം, ഇവിടെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എഴുതി പോയോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ല. ഓക്കെ, ഇതിന്റെ എല്ലാത്തിനും എഴുതാം. ഹൈബ്രിഡൈസേഷൻ ഡെഫിനിഷൻ എടുത്തിട്ട് എഴുതാം. ഇത് കഴിഞ്ഞാൽ നേരെ ഹൈബ്രിഡൈസേഷൻ എടുക്കും, എന്നിട്ട് അതിലേക്ക് കണക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്ത് SF4. ഞാൻ പറഞ്ഞ സെയിം ലോജിക് ആണ്. സൾഫർ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് വരും? സൾഫർ ആറ്റമിക് നമ്പർ 16. ഓക്കെ, 16 എന്ത് വരും? 2,8,6. സൾഫർ എടുക്കുക. ഔട്ടർ മോസ്റ്റിൽ 1, 2, 3, 4, 5, 6. എത്ര ഫ്ലൂറിൻ ഉണ്ട് അവിടെ ജോയിൻ ചെയ്തേക്കുന്നത്? 1, 2, 3, 4. 4. ഇങ്ങനെയാണ് എങ്കിൽ സാമൂലെ ബോണ്ട് പെയറും ലോൺ പെയറും എന്ന് പറഞ്ഞു. ഇതിന് എത്ര ലോൺ പെയർ ഉണ്ട്, എത്ര ബോണ്ട് പെയർ? നമ്പർ ഓഫ് ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ SF4 വരച്ച്
പറയുന്നുണ്ടോ? എനിക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മളെന്തോ പറയുന്നുണ്ടല്ലേ? ക്ലിയർ ആവാത്തോണ്ടാണോ? ഇപ്പൊ കേൾക്കാം. ഇതിലെ ബോണ്ട് പെയറും ലോൺ പെയറും ഒന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? 4 റൈറ്റ് ആണ്. പറയണം. വെരി ഗുഡ്. കേട്ടോ, നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് ലോൺ പെയർ ആണ്, ഇത് ബോണ്ട് പെയർ ആണ്. അപ്പൊ ടോട്ടൽ എത്രയായി? 5. അപ്പൊ 4 ബോണ്ട് പെയർ ഇങ്ങനെ എടുത്തെടുക്കണം കേട്ടോ. 1 ലോൺ പെയർ. ടോട്ടൽ എത്രയായി? 5. ടോട്ടൽ എത്രയായി? 5. അങ്ങനെ 5 വന്നാൽ ആരെ പോലെ ഇരിക്കും? 5 വന്നാൽ ആരെ പോലെ വരണമെന്നാ പറഞ്ഞിരിക്കുന്നത്? DCF. അപ്പൊ നമുക്ക് ബ്രെയിനിൽ കുറേ എണ്ണം കാണാതെ പഠിക്കുന്നതിന് പകരം ഇത് മര്യാദ പഠിച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് കണ്ടാൽ തന്നെ അപ്പൊ തന്നെ ഇതൊന്നും ഇല്ല, വരക്കുന്ന സ്റ്റൈലും ഉപയോഗിച്ച് ഇത് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു. ഇനി സെൻട്രൽ ആർട്ട് എന്താണെന്ന് അറിയാം? സൾഫർ. സെൻട്രൽ ആർട്ടും സൾഫറാണ്. ഇനി ഇവിടെ ഒരു റൂൾ ഉള്ളത് ഇത്രയേ ഉള്ളൂ. ലോൺ പെയർ വന്നാൽ അത് ഇക്വിറ്റോറിയൽ പൊസിഷനിൽ കൊടുക്കണം. ലോൺ പെയർ വന്നാൽ എവിടെ കൊടുക്കണം? ഇക്വിറ്റോറിയൽ. അപ്പൊ 5ന് ലോൺ പെയർ എവിടെ വന്നാലും എവിടെ കൊടുക്കണ്ടേ? ഇക്വിറ്റോറിയൽ. അങ്ങനെ ഇക്വിറ്റോറിയൽ ഞാൻ ഇവിടെ കൊടുക്കണം. ലോൺ പെയർ ഇവിടെ എല്ലാം 2 കൊടുക്കും. 1 2 3. അപ്പൊ ഒരേ ഒരു റൂളുള്ളൂ. ലോൺ പെയർ വന്നാൽ എന്ത് ചെയ്യണം? അത് എവിടെയാ കൊടുക്കണ്ടേ? ഇക്വിറ്റോറിയൽ. ഇക്വിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എർത്തിന് ഇക്വിറ്റോറിയൽ അറിയാലോ, മിഡിൽ ഏരിയ. അങ്ങനെ ഓർത്ത് നോക്കാം ഇക്വിറ്റോറിയൽ. ഇനി ഈ ലോൺ പെയർ മാറ്റാൽ ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഈ ലോൺ പെയർ മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് നോക്കി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഓർക്കുക, ചെറുപ്പത്തിൽ നിങ്ങൾ കളിക്കുന്ന ഒരു സാധനമായിട്ട് ഇതിന്റെ റിലേഷൻ ആണ്. ഓർക്കുക, ഇയാളെ പിടിച്ച് ഇവിടെ, ഇയാളെ പിടിച്ച് ഇപ്പുറത്ത് എത്തി കഴിഞ്ഞാൽ കളിക്കുന്ന ഒരു സാധനമാണ്. എന്താണ് അതിന്റെ പേര്? സീസോ. ഷേപ്പ് സീസോ. ഇവിടെ ഓർക്കുക, ഷേപ്പിന്റെ പേരെന്താ? സീസോ. അങ്ങനെ ആൻസർ. അല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കേണ്ടി വരും. അപ്പൊ പുതിയൊരു മോളിക്കൂൾ തോന്നിയുമ്പോൾ ദൈവമേ ലോൺ പെയർ ബോണ്ട് പെയർ ആണെങ്കിൽ അങ്ങനെ ഓർക്കേണ്ടി വരും. അതിന് പകരം പഠിക്കാനാണ് എളുപ്പമാണ്. സീസോ എഴുതുന്നത് കേട്ടോ. ചിലർക്ക് സീസോ എന്നൊക്കെ എഴുതണം. ഓക്കെ, സീസോ കേട്ടോ. സീസോ. അപ്പൊ അതിന്റെ ഐഡിയ എങ്ങനെയാണ് ഉണ്ടാകുന്നത് മനസ്സിലായോ? എന്താ ചെയ്തത് നമ്മള്? ലോൺ പെയർ ബോണ്ട് പെയർ കണ്ടു, 5 കണ്ട ഇത് വരക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റൂള് ടെക്സ്റ്റ് ബുക്കിൽ ഒന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എല്ലാം കാണാൻ പറ്റും. ഏത് പുതിയ കൊടുത്തും കാണാൻ പറ്റുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ലോൺ പെയർ ബോണ്ട് പെയർ കൗണ്ട് ചെയ്യാം, കാണാൻ പഠിക്കാം. ഒന്നല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ചിലർക്ക് അതായിരിക്കും എളുപ്പം. അങ്ങനെ വെക്കാം. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത മോളിക്കൂൾ ഇപ്പൊ അവർക്ക് XCF2 ഒക്കെ തന്നു അല്ലെ? XCF2ന് IF7 ഉണ്ടായിരുന്നു. XCF2 ഒക്കെ തന്നില്ലേ? ഇല്ല. അപ്പോ പുതിയ വേറെ മോളിക്യൂൾസ് ഒക്കെ തരും കേട്ടോ. ഞാൻ തരാം കേട്ടോ. അപ്പോ അങ്ങനത്തെ മോളിക്യൂൾസുകൾ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും അല്ലെ? നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടൊക്കെ ഗ്രേഡ് എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്ത എക്സ്ട്രാ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ഉണ്ടോ അവിടെ? അപ്പൊ അതൊക്കെ തരുമ്പോ എല്ലാവരും ചെയ്യാനായിട്ട് നമുക്ക് ഈ റൂൾ ഹെൽപ്ഫുൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാതെ പഠിച്ചോണ്ടേ കേട്ടോ. ഓക്കെ ആണോ? മെത്തേഡ് ഇതിന്റെ പേര് സീസോ കേട്ടോ. ചോദിച്ചു. HCF4 എന്നാണ് കേട്ടോ. xenon fluoride കേട്ടോ. xenon fluoride. HCF4 കേട്ടോ. xenon tetrafluoride കേട്ടോ. അതിലേക്ക് എത്തും. ഇപ്പൊ അല്ല XCF2 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. XCF4 ചെയ്യാം. എഴുതിയോ? Then next water H2. എല്ലാ ടൈപ്പിലേക്ക് വരാൻ പറ്റില്ല. വാട്ടർ H2. വാട്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. H2 വാട്ടർ. വാട്ടറിൽ ഓക്സിജൻ എത്രയായിരിക്കും? അതിന്റെ വാലൻസ് ഇലക്ട്രോൺ 6. ഉറക്കനെ പറയേ കേട്ടോ. നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കണ വാട്ടറല്ലേ? എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. 2,6. അങ്ങനെയാണെങ്കിൽ ഓക്സിജന്റെ 6 കൊടുത്തു. ഇനി ഇതിലേക്ക് ആരാ വരുന്നത്?
H അല്ലെ ഹൈഡ്രജൻ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അവിടെ സിംഗിൾ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ സിംഗിൾ ബോണ്ട് ഫോം ചെയ്തു. ഇങ്ങനെ സിംഗിൾ ബോണ്ട് ചെയ്യുമ്പോൾ ഇനി എത്ര ബോണ്ട് പെയർ എത്ര ലോൺ പെയർ? 2 ബോണ്ട് പെയർ റൈറ്റ് ആണ്. 2 ബോണ്ട് പെയർ. ഇനി എത്ര ലോൺ പെയർ ഉണ്ട്? 2 ലോൺ പെയർ. അപ്പൊ ടോട്ടൽ എത്രയായി? 4. എങ്ങനെ എഴുതാം? 4 വന്നാൽ എന്തായാലും CH4 ഇക്വലന്റ് ആയിട്ട് നമ്മൾ വരയ്ക്കും അല്ലെ. അപ്പൊ അതേ പാറ്റേണിൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. അതേ കണ്ടോ ഇങ്ങനെ അല്ലെ ഓർത്തോക്കത്തെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാറ്റേൺ ആണ് അല്ലെ. ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോൺ പെയർ എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഒരു ലോൺ പെയർ കൊടുത്തു, ഇവിടെയും ലോൺ പെയർ കൊടുത്തു, ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു. ഈ ലോൺ പെയർ മാറ്റാല ഇതിനെ എങ്ങനെയിരിക്കും ഷേപ്പ് കണ്ട? ലോൺ പെയർ മാറ്റി കളഞ്ഞാൽ എങ്ങനെയിരിക്കും? കണ്ടോ ഇതിനെ കണ്ടിട്ട് എന്ത് ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത്? ഒരു ലെറ്റർ തലകുത്തിയിരിക്കണ ഷേപ്പ് എന്താണ്? വി എന്ന് പറയാം. വേറെ ഇതിന് പറയുന്നത് ബെൻഡ് എന്നാണ്. എന്താ പറയണത്? ഇതിനെ പറയണേ ബെൻഡ് ഷേപ്പ്. പി ഷേപ്പ് എന്നും ചില സ്ഥലത്ത് പറയാറുണ്ട്. ബെൻഡ് ഷേപ്പ് കേട്ടോ. ടെക്സ്റ്റുകൾ എഴുതിയിരിക്കുന്നത് ബെൻഡ് എന്നാണ് കൂടുതൽ സ്ഥലത്ത്. പി ഷേപ്പ് എന്നും പറയാം കേട്ടോ. ബെൻഡ് ഷേപ്പ്. അപ്പൊ ലോൺ പെയർ വാങ്ങിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഷേപ്പ് അങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ മതി കേട്ടോ. ബെൻഡ് ഷേപ്പ്. ഇനി ഇതിന്റെ ബോണ്ട് ആംഗിൾ നിങ്ങൾ സന്തോഷമുള്ള കാര്യമാണ്, കാണാതെ പഠിക്കണം. 104.5. ഇനി നോക്കിയേ ഈ NH3 CH4 ബോണ്ട് ആംഗിൾ 109.5. അതേ കാറ്റഗറിയിലായിരുന്നു NH3 107. Then ഇവിടെ 104.5. What is the reason for this bond angle decreases? In the repulsion, lone pair repulsion higher than that of the bond pair. അല്ലെ അതിനേക്കാളും ഭയങ്കരമായിട്ട് റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ബോണ്ട് ആംഗിൾ ചെറുതായിരിക്കും. 104.5 കേട്ടോ. ഇത്രയും എഴുതണം കേട്ടോ. ബോണ്ട് ആംഗിൾ ഒക്കെ വരക്കണം ക്ലിയർ ആയിട്ട്. അതിന്റെ ഷേപ്പുകളിലേക്ക് എഴുതണം. ഷേപ്പിന്റെ പേര് എഴുതണം കേട്ടോ. പേര് എഴുതി മാർക്കില്ല. ബെൻഡ്. ഷേപ്പിന്റെ പേര് ബെൻഡ്. BEND. ഞാൻ ചോദിച്ചു NH3 107. അത്രേ ഉള്ളൂ. ഇത് 104.5. എഴുതിയോ? ഇത് കംപ്ലീറ്റ് അല്ലേ? Then XCF2 next compound XCF2 X ആണ് കേട്ടോ. X എന്തായിരുന്നു? Xenon അല്ലേ? നോബിൾ ഗ്യാസിൽ കിടക്കുന്ന XCF2 Xenon നോബിൾ ഗ്യാസ് ആകുമ്പോ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് വരും? എത്രയോ? 8 കേട്ടോ. അപ്പൊ XC വരക്കുന്നു 1 2 3 4 5 6 7 8. എത്ര ഫ്ലൂറിനാണ് വന്നേക്കുന്നത്? അല്ലേ 2 ഫ്ലൂർ. എത്ര ലോൺ പേഴ്സ് വരും? അല്ലേ ലോൺ പേഴ്സ് ബോണ്ട് പേഴ്സ് 2 bond pair and 3 lone pair. ഇനി ഞാൻ എന്ത് ചെയ്യും? ഏത് ഷേപ്പാണോ ഏതാണ്? PCFI. അതിന്റെ ഷേപ്പിന്റെ പേര് പറഞ്ഞ പറയൂ. ട്രയഗണൽ ബൈപിരമിഡ്. ഓക്കെ ഇനി എന്ത് ചെയ്യും? XC എവിടെ ലോൺ പെയർ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കൊടുത്തോട്ടെ. എവിടെ കൊടുക്കുന്നത്? ഏത് ബോണ്ടാണ്? ഇക്വിറ്റോറിയൽ ബോണ്ട്. എന്തായിരുന്നു? ഇക്വിറ്റോറിയൽ അല്ലെ. എർത്തിന്റെ ഇക്വിറ്റോറിയൽ ഒക്കെ നോക്കുമ്പോൾ അല്ലെ. എർത്തിന്റെ ഇക്വിറ്റോറിയൽ ബോണ്ട്. ഇനി ഇനി ശ്രദ്ധിക്കാം. ഇതില് ആ ലോൺ പെയർ മാച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതിന്റെ ഷേപ്പ്? ലീനിയർ. എന്തായിരിക്കും? ലീനിയർ. ഉണ്ടോ? അപ്പൊ ആ ലോൺ പെയർ പോയി കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്താ? ലീനിയർ. അതാണ് നമ്മുടെ ഷേപ്പ് പറയുക കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ലോൺ പെയർ വരുമ്പോ അങ്ങനെയാണ് ഷേപ്പ് നമ്മൾ പറയാ. അത് കണ്ടോ ഇങ്ങനെ വരക്കുള്ളൂ കേട്ടോ. ഇങ്ങനെയാ വരക്കുള്ളൂ. XCF2 ലീനിയർ കേട്ടോ. എഴുതണം ലീനിയർ. XCF2 linear. XCF2 linear.
നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് അനദർ എക്സാമ്പിൾസുകളെല്ലാം തന്നെ ചെയ്തേക്കാം കേട്ടോ. എല്ലാ ക്വസ്റ്റനും ചെയ്തിട്ട് പോകും. കാരണം ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് പറയുമ്പോൾ ആകെ കൂടി കൺഫ്യൂസ്ഡ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് CLF3 അടുത്തത് CLF3 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 അടുത്തത് കേട്ടോ. CLF3 തനിയെ ചെയ്യണം അല്ലെ? ചെയ്തു കേട്ടോ. ആണോ? തനിയെ ചെയ്യാം എന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ തനിയെ ചെയ്തേ CLF3. ഷേപ്പിന്റെ പേരൊക്കെ പറയണം കേട്ടോ. ആദിത്യ സാമൂലൊക്കെ തനിയെ ചെയ്യണം. ഓൺലൈനിലാണ് നമ്മൾ കേട്ടോ. CLF3 കിട്ടിക്കഴിഞ്ഞു. ഇതുപോലെ അല്ലേ? 5 ഇതുപോലെ കിട്ടിയോ? അല്ലെങ്കിൽ എക്സ്ട്രാ പെൻ ഉണ്ടോ? കൊടുക്കണം. ഇംഗ്ലീഷിൽ എത്ര ആയിട്ട് റിലേറ്റഡ് ആണ്? അത്ര വയ്യല്ല അവിടെ പറഞ്ഞു. ശരി, ടി ചായ അല്ല, ടീ 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 കേട്ടോ. ഈ സമയം തന്നെ ടീ ചായയാണോ? ശ്രദ്ധിക്കാം. മിക്കവർക്കും ലാസ്റ്റ് വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് കൊണ്ട് അത്രയും അല്ലെ ക്ലിയർ ആവാനാണ്. ക്ലോറിൻ ഔട്ടർ മോസ്റ്റ് 7 ആണ്. ഔട്ടറിലോ 72,8,7. അപ്പോ എല്ലാവരും നല്ല ഭംഗിയായിട്ട് 7 ഇലക്ട്രോൺസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. 7. Then ഫ്ലൂറിൻ എന്ന് പറയുമ്പോ ഫ്ലൂറിൻ ഇവിടെ 1 2 3 കൊടുത്തു. ബാക്കി ലോൺ പെയർസ്. അപ്പൊ ഇത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. 3 ബോണ്ട് പെയർ കേട്ടോ, 2 ലോൺ പെയർ, ടോട്ടൽ 5. ഇത് ഈ 5 കിട്ടുന്നതുകൊണ്ട് വേറൊരു ഹൈബ്രിഡൈസേഷൻ ടിപ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർക്കുക, ടെക്സ്റ്റിൽ ഇതെല്ലാം ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. ഇത് ഈ 5 വെക്കുന്നത് നമ്മുടെ ഒരു ഹൈബ്രിഡൈസേഷൻ കൺസെപ്റ്റ് ഉണ്ട്. അത് കാണുമ്പോൾ ഓരോന്നായിട്ട് ടെക്സ്റ്റിൽ കിടപ്പുണ്ടാവും പല സ്ഥലത്ത്. അതെല്ലാം ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വരക്കുമ്പോൾ നേരെ വരച്ച പോലെ തന്നെ വരക്കാം. ഇനി ഇവിടെയാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്? Cl കേട്ടോ. ഓക്കെ, ദെൻ ഫ്ലൂറിൻ 3 ഉണ്ട്. ഈ 3 ഫ്ലൂറിൻ ഉണ്ട്. ഇത് ഇവിടെ ഒരു ഫ്ലൂറിൻ കൊടുക്കും. ഇവിടെ നോക്കിയേ, ലോൺ പെയർ കൊടുക്കും. ഈ ലോൺ പെയർ മാറ്റി കഴിഞ്ഞാൽ കേട്ടോ ഓക്കെ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതുപോലെ ഇരിക്കാം. ഇവിടെ 2 ഫ്ലൂറിൻ ഉണ്ട്, ഇവിടെ ഫ്ലൂറിൻ ഉണ്ട്, ഇവിടെ ഫ്ലൂറിൻ, ഇവിടെ C കേട്ടോ.
ഇപ്പൊ ലോൺ പെയർ മാറ്റി കഴിയുമ്പോൾ ഇതിനെങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അവർ പറയുന്നത് ടി എന്നാണ്. ആക്ച്വലി ടിക്ക് ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. വാട്ട് ഇസ് ദ റീസൺ ഫോർ ബെൻഡ്? സംടൈംസ് ബെൻഡ് എന്ന് എഴുതിയുണ്ടാവും. ലോൺ പെയർ എന്ത് ചെയ്യുമല്ല പിടിച്ച് റിപ്പൽ ചെയ്യുമ്പോ ടിക്ക് എന്ത് വരും? ചെറുതായിട്ട് എന്ത് വരും? ബെൻഡ് വരും. അപ്പൊ ബെൻഡ് ടി എന്നും അല്ലെങ്കിൽ ടി എന്നും എഴുതാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ടി ഷേപ്പ് ചില സ്ഥലത്ത് ബെൻഡ് ടി എന്ന് എഴുതും, ഒരു കുഴപ്പമില്ല, ചെറുതായിട്ട് ബെൻഡ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ടി ഷേപ്പ് എന്ന് എഴുതുക കേട്ടോ. ടി ഷേപ്പ്. ഇനി ബെൻഡ് ടി എഴുതിയാലും റൈറ്റ് ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ പറയണം ആര് റിപ്പൽ ചെയ്യുന്നതുകൊണ്ടാണ്? ലോൺ പെയർ റിപ്പൽഷൻ കേട്ടോ. ഇനി ചില ആൾക്കാർ വരും, സാറേ ഞാൻ ഈ വരച്ചത് ഇവിടെയാണ് ഞാൻ F വരച്ചത്, എന്നിട്ട് ഇവിടെ വരുമ്പോൾ വൈ പോലെ ഇരിക്കില്ലേ? അങ്ങനെ ചോദിക്കാം അല്ലെ. 3Dയിലാണ് ആലോചിക്കേണ്ടത് കേട്ടോ. ഓർത്തോക്കതേ ഇതൊന്നും ആലോചിച്ച് നോക്കി. 3Dയിലാണ്. 3Dയിൽ വരുമ്പോ എങ്ങനെയാ? ഇവിടെ നോക്കിയേ, കണ്ടോ? ഇവിടെ നിന്ന് പറയണം വരും, ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ഇവിടെ നിന്ന് ഇങ്ങനെ വരും അല്ലെ. ഇതിന് തിരിച്ചുകൂടെ? എന്നിട്ട് ഇങ്ങനെയാക്കി കൂടെ? ഇങ്ങനെ ആകുമ്പോ അല്ലെ അതിലേക്ക് വരില്ല കേട്ടോ. അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ തോന്നിയത് ആ സമയത്ത് വരക്കുന്നതുകൊണ്ടാണ് കേട്ടോ. 3Dയിൽ ആലോചിക്കുമ്പോ ഇങ്ങനെയായിരിക്കും അല്ലെ. ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെ. ഇതിന് സറൗണ്ടിങ് ആണ്, അങ്ങനെ ആലോചിക്കണം കേട്ടോ. അപ്പൊ ബെൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളത് BRFI. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. BRFI. 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 എല്ലാ ടെക്സ്റ്റുകളും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ തരുന്നില്ല. BRFI. ബ്രോമിൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എല്ലാം ഒരേ ഫാമിലിയാണ്, ഒരേ വാലൻസ് ഇലക്ട്രോൺ ആണ്. ഫ്ലൂറിന് എത്രയുണ്ടോ അതേ വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും ബ്രോമിനും അയഡിനും ഉണ്ടാവും കേട്ടോ. അല്ലാതെ ബ്രോമിന്റെ ആറ്റമിക് നമ്പർ 35 ആണ്. സാറേ ഇനി SPD ഒക്കെ എഴുതി കേട്ടോ. ഓർക്കുക, എന്തായാലും ദിവസം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എത്രയായിരിക്കും? 7 കേട്ടോ. ഓക്കെ, 7. BRFI. അപ്പൊ എത്ര ലോൺ പെയർ, എത്ര ബോണ്ട് പെയർ? 3. BRFI is 3 bond pair. Four. 5 bond pair. 1 non pair. Total എത്രയായി? 6 വന്നാൽ ആരെപ്പോലെ വരക്കണം? 6 വന്നാൽ SF6 അപ്പോ നിങ്ങൾ 6 കണ്ടാൽ തന്നെ അതുപോലെ SF6 പോലെ സാധാരണ രീതിയിൽ ഇങ്ങനെ വരച്ചു വെക്കാം, കൊണ്ടുവരാം. ബ്രോമിൻ. സിക്സ് കണ്ടാൽ ഇപ്പോഴും ഇങ്ങനെ വരക്കാം. അത് കഴിഞ്ഞിട്ടേ ലോൺ പെയർ ബോണ്ട് പെയർ ആലോചിക്കണ്ട. ഇവിടെ ഒരു കുഞ്ഞു റൂള് വ്യത്യാസമുണ്ട്. ഇത് 6 വന്നാൽ ലോൺ പെയർ ഒരിക്കലും എവിടെ കൊടുക്കാൻ പാടില്ല? ഇക്വിറ്റോറിയൽ പാടില്ല. അതാണ് റൂൾ. അതിലാണ് പ്രശ്നം. കേട്ടോ, 6 വന്നാൽ കേട്ടോ. 5 വന്നാൽ ഓൾവേസ് എവിടെയായിരിക്കണം? ഇക്വിറ്റോറിയൽ. 6 വന്നാൽ എന്തായിരിക്കണം? ലോൺ പെയർ എവിടെ കൊടുക്കാൻ പാടില്ല? ഇക്വിറ്റോറിയൽ കൊടുക്കാൻ പാടില്ല. അപ്പൊ എന്തായിരിക്കും? ആക്സിയൽ റൂൾ. അപ്പൊ എന്താ ചെയ്യണം നോക്കിയേ, ഇവിടെയാണ് ലോൺ പെയർ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ലോൺ പെയർ മാച്ച് കഴിഞ്ഞാൽ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഷേപ്പ് ആയിരിക്കും കിട്ടും? എന്ത് പിരമിഡ്? അയാൾ പറഞ്ഞ റൈറ്റ് ആണ്. ബേസ് എന്താണെന്ന് സ്ക്വയർ പിരമിഡ് കേട്ടോ. സ്ക്വയർ പിരമിഡ് കേട്ടോ. സ്ക്വയർ പിരമിഡൽ എന്നൊക്കെ എഴുതിയിട്ടുള്ള സ്ക്വയർ ബേസ് ഉള്ള പിരമിഡ് കേട്ടോ. ഏതാ? സ്ക്വയർ പിരമിഡ് ആവുന്ന എങ്ങനെയാണെന്ന് കാണിക്കാനാണോ? സ്ക്വയർ ബേസ് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യും കേട്ടോ. കേട്ടോ, സ്ക്വയർ ബേസ് ഉള്ള ഒരു പിരമിഡാണ്. ഇവിടെ നോക്കിയേ, കേട്ടോ, ഇവിടെ എല്ലാം ഫ്ലൂറിൻ ആണ് കേട്ടോ. ഫ്ലൂറിൻ. ഇവിടെ മിഡിൽ ആരാണ്? ബ്രോം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യും. അങ്ങനെ കാണണം കേട്ടോ. അപ്പൊ എന്ത് കിട്ടും? സ്ക്വയർ ബേസ് ഉള്ള പിരമിഡ്. ഓക്കെ അല്ലേ?
സാധനമൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബോർഡ്സും പിന്നെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നില്ലേ മാഗ്നറ്റിന്റെ അതെല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 2 പിള്ളേർ അത് പരിപാടി എവിടെയാണെന്ന് പോലും അറിയില്ല. അതുപോലെ ചെറുത് ബ്ലാക്ക് കളറിലെ ഓൺലൈൻ വാങ്ങിക്കാൻ കഴിയും. ആദ്യം വാങ്ങിച്ചിട്ടുള്ളത് നോർത്ത് ഒരു കടയുണ്ട് കെമിക്കൽസും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ. ഇത് മാഗ്നറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ബോർഡുകളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളായിട്ട് അത് ആവശ്യമൊന്നുമില്ലല്ലോ ഫീൽഡിലെ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോ ഇതുപോലെ ആലോചിക്കണം. അപ്പൊ ഇവിടെ ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞ് ഇതിന് ലോൺ പെയർ വന്ന ഓൾവേസ് ഇക്വിറ്റോറിയൽ. ഇതിനെന്തായിരിക്കും ആക്സിയൽ. നിങ്ങൾക്ക് തെറ്റിയതുകൊണ്ട് ഒരിക്കലും പിന്നെ തെറ്റില്ല കേട്ടോ. ഇപ്പൊ തെറ്റിയോണ്ട് പിന്നെ ആ തെറ്റ് ഓർമ്മ വെച്ച് ക്ലിയർ ആയിക്കോളും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതിന് തന്നെ വന്നേക്കുന്നതാണ് XCFO. നെക്സ്റ്റ് XCFO അതിന്റെ ഷേപ്പ് ഒക്കെ കാണാതെ പറയണം കേട്ടോ. XCFO xenon fluoride XCFO BrF5. ഇതിന്റെ ഷേപ്പ് എഴുതണോട്ടോ. ഇതിന്റെ ഷേപ്പ് എന്തായിരുന്നു? സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡ്. ഇനി അടുത്തത് XCFO. XCFO XCFO xenon outer most എത്ര ഇലക്ട്രോൺ വരും? outer most 8. XCFO outer most 8. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇപ്പൊ ഞാൻ എഴുതുന്ന ഒന്നും ലീഗൽ ആയിട്ടുള്ള റൂളല്ല. ആദ്യമേ പറഞ്ഞേക്കണം ഇങ്ങനെ ഒരു സാധനം ടെക്സ്റ്റ് ബുക്കിൽ കേടുകളില്ല. ഇത് ഞാൻ ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ നിങ്ങളുടെ ടീച്ചർമാരോട് പോയിട്ട് പോലും പറയരുത് സാറേ ഇങ്ങനെ എഴുതിയണം എന്നിട്ടാണ് ഇങ്ങനെ കണ്ടത്. അങ്ങനെയില്ല. അവര് പറയുന്നത് ഇത്രേ ഉള്ളൂ. 2 ലോൺ പെയർ 2 ബോണ്ട് പെയർ ബെൻഡ്. എങ്ങനെ പഠിപ്പിക്കും? 2 ലോൺ പെയർ 2 ബോണ്ട് പെയർ ബെൻഡ്. ഇവിടെ ഓർത്തോക്കാം. അങ്ങനെ കാണാതെ പഠിപ്പിക്കും. ഓർത്തോക്കാം. അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലാതെ വേറെ കോമ്പിനേഷൻ വന്നാൽ നിങ്ങൾ അവിടെ സ്റ്റക്കാവും. ഇനി IX7 കഴിഞ്ഞോ അതില് വേറെ കോമ്പൗണ്ടുകൾ വരും. ഇതിലില്ലാതെ അവിടെയൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വരുന്നത്. പിന്നെ മാത്രമല്ല അങ്ങനെ കുറെ കാണാതെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ് ആക്ച്വലി വരുന്ന സമയത്ത്. നേരത്തെ 3 ലോൺ പെയർ 1 ബോണ്ട് പെയർ എന്തായിരുന്നു? സോറി 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ പിരിമിഡ് NH3 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ ഉണ്ടാവും. അപ്പൊ അത് കാണാൻ പഠിക്കുമ്പോൾ ഒക്കെ ആയിട്ട് തോന്നും. പക്ഷെ വേറെ മോളിക്യൂൾസുകളായിരിക്കും ഈ സെയിം കോമ്പൗണ്ട് ആവണമെന്നില്ല. അപ്പൊ നമുക്ക് വരച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. XCFO എന്തായിരുന്നു? കേട്ടോ തനിയെ ചെയ്യണം കേട്ടോ. ഞങ്ങൾ നോക്കി കിട്ടിക്കഴിഞ്ഞു അല്ലേ? കിട്ടി. ഇവർക്ക് ഫുള്ള് കിട്ടി കേട്ടോ. പേരും കറക്റ്റാ കേട്ടോ. പറയാം കേട്ടോ. XCFO അല്ലേ? XCFO എത്ര അല്ല ആ ഷേപ്പ് അവിടെ ഇത് 6 വന്നാൽ എങ്ങനെ വരണമെന്ന് അതുപോലെ വരച്ചാൽ അങ്ങനെ വരണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നോക്കാം. ഒന്ന് നോക്കാം. അത് ലോൺ പെയർ അവിടെ വേണം. അപ്പൊ ഈ ബോർഡിൽ ബാക്കിയുള്ള നോക്കണം. നോക്കാം. ലോൺ പെയർ ഇല്ല. ഫണ്ടിൽ നോക്കാണില്ല.
ആ ഷേപ്പിനെ എന്താ വിളിക്കുന്നത്? അങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ട് കേട്ടോ, പഠിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പഠിക്കും. ഈ ഷേപ്പിനെ മനസ്സിലാവണ്ടേ? അത്രയുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ എഴുതിക്കണ്ട സ്റ്റാൻഡ് സ്ക്വയർ സ്ക്വയർ ആദ്യം എഴുതി സ്ക്വയർ. ആ സ്ക്വയർ കേട്ടോ. ഓർത്തോക്കാം. ഇപ്പൊ ടോട്ടൽ എത്ര വന്നുണ്ട്? 2 ലോൺ പെയർ, 2 ലോൺ പെയർ ആൻഡ് 4 ബോണ്ട് പെയർ. ടോട്ടൽ 6 ആണ്. 6 വന്നാൽ നമ്മൾ ചെയ്യുന്ന സെയിം പാറ്റേൺ വരച്ചു. ദെൻ എക്സ് ഇവിടെ കൊടുത്തു. എഫ് 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 എഫ്. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ലോൺ പെയർസ് അല്ലെ. ലോൺ പെയർസ് ഇതാ ഈ ടോട്ടലും താഴെയാണ്. അപ്പൊ ഓർത്തു നോക്കുക, ആ ലോൺ പെയർ മുകളിലും താഴെയാണ്. ആ ലോൺ പെയർസ് മാറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ ഷേപ്പ് അല്ലെ? എന്തായിരിക്കും ആ ഷേപ്പ്? സ്ക്വയർ കേട്ടോ. ലോൺ പെയർ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെയാണ് എക്സി, ഇങ്ങനെയാണ് ലോൺ പെയർ നിൽക്കുന്നത്, ഇങ്ങനെയാണ് ലോൺ പെയർ നിൽക്കുന്നത്. എന്നിട്ട് ഈ ബുക്കിന്റെ ഷേപ്പ് എന്തായിരുന്നു? ഉറപ്പല്ലേ? വേറെ എന്താ ഉദ്ദേശിച്ചത്? ഇങ്ങനെ ഇങ്ങനെ അല്ലെ? ഓക്കെ, അങ്ങനെയല്ല കേട്ടോ. അപ്പൊ സ്ക്വയർ ആയിട്ടാണ് കേട്ടോ. കാരണം ഈ ഇത് വന്നു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യും കേട്ടോ. സമയത്ത് ഇയാൾ പറഞ്ഞ പോലെ ഇതില്ലാതെ വെച്ചെങ്കിൽ അങ്ങനത്തെ എടുക്കാം, ഏതെങ്കിലും സൈഡിൽ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, അതുകൊണ്ട് ടി ഒക്കെ വരുന്നതുകൊണ്ട് ടീക്ക് നമുക്ക് അല്ലേ 2 സൈഡ് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെ. മാലിക്ക് ഓർത്ത് വെക്കാം. ഇതാണ് വന്നിരിക്കുന്നത്. ഈ ഷേപ്പുകൾ നിങ്ങൾക്ക് കിട്ടണം. അപ്പോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റിനും കഴിഞ്ഞു കേട്ടോ. ഓർക്കുക, ഒരെണ്ണം കൂടി ഉണ്ട് ടെക്സ്റ്റ് ബുക്ക്. ആ H2SO4 SO2 ഉണ്ട്. SO2 സൾഫർ. സൾഫറിന്റെ ഓട്ടോമോസ്റ്റർ എത്ര ഇലക്ട്രോണാണ്? സൾഫർ എത്രയാണ്? സൾഫർ സൾഫർ ഓട്ടോമോസ്റ്ററിൽ 6 ആണ്. 1 2 3 4 5 6. സൾഫർ 16 ആണ്, 6 ആണ്. SO2 ആണ് വന്നിരിക്കുന്നത്. SO2. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഒരു മോളിക്യൂളായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ H2O-ലൊക്കെ നമുക്കറിയാം 2 ഹൈഡ്രജൻ ഉണ്ട്. അല്ലാതെ ഓക്സിജന് വാലൻസി എത്രയാണെന്നാണ് പഠിപ്പിച്ചേക്കുന്നത്? വാലൻസി എത്രയാണ്? കുഞ്ഞു ക്ലാസ് പഠിച്ചത് 6 valence electron ആണ്. What do you mean valency and valence electron? Valency combining capacity. Valence electron എന്ന് പറഞ്ഞാൽ outermost electron. What do you mean valency? 2. Right? 2 ആണ് വാലൻസി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇത് നോക്കുക, ഡബിൾ ബോണ്ട്. ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. ഇത് ലോൺ പെയർ ആണ് കേട്ടോ. ലോൺ പെയർ. അപ്പോ ഡബിൾ ബോണ്ടിനെ നമ്മൾ പറയുന്നത് എന്തായിട്ടാണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ പോസ്റ്റേഷനിൽ 4ാമത്തെയാണോ 5ാമത്തെയോ ഒരു പോസ്റ്റേഷൻ എഴുതി. ഡബിൾ ബോണ്ട് ഓർ മൾട്ടിപ്പിൾ ബോണ്ട് കൺസിഡർ സിംഗിൾ സൂപ്പർ പെയർ. ഒറ്റ പെയർ ആയിട്ട് എടുക്കുള്ളൂ. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഇട്ട് ജോയിൻ ചെയ്താലും എന്തേ എടുക്കുള്ളൂ? സിംഗിൾ സൂപ്പർ പെയർ കേട്ടോ. അപ്പൊ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ സൂപ്പർ പെയർ ആണ്. അപ്പോ എത്ര ലോൺ പെയർ ഉള്ളൂ? 2 ലോൺ പെയർ കേട്ടോ. സോറി 2 ബോണ്ട് പെയർ, 2 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ. ടോട്ടൽ എത്ര വന്നു? 3 വന്നാൽ ഏത് ഷേപ്പാണ്? ട്രയാങ്കിൾ പ്ലാനർ അല്ലെ? പറഞ്ഞു. വെരി ഗുഡ് കേട്ടോ. അപ്പോ നിങ്ങൾക്കറിയാം ട്രയാങ്കിൾ പ്ലാനർ വരയ്ക്കുന്ന അതേ പാറ്റേണിൽ വരക്കുക കേട്ടോ. ഇവിടെയാണ് സൾഫർ കൊടുത്തേക്കുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട് ഓ, ഇവിടെയും ഡബിൾ ബോണ്ട് ഓ, ഇവിടെ ഒരു ലോൺ പെയർ കേട്ടോ. ദെൻ ഈ ലോൺ പെയർ മാച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ഷേപ്പ് നോക്കിയേ. ഓക്കെ, ലോൺ പെയർ മാച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പ് ഇങ്ങനെ വരുന്ന ഒരു ഷേപ്പിന് നമ്മൾ നേരത്തെ ഒരു പേര് പറഞ്ഞല്ലോ, വി ഓർ എന്താണ്? ബെൻഡ് കേട്ടോ. വി ഓർ ബെൻഡ്. ടെക്സ്റ്റ് ബുക്കില് അവര് കൊടുത്തേക്കുന്ന ഷേപ്പ് ബെൻഡ് എന്നാണ്, വി എന്നും കൊടുക്കാറുണ്ട് കേട്ടോ. ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ്. നേരത്തെ വാട്ടറിന് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു ഷേപ്പ്? വാട്ടറിന് ബെൻഡ് ഉണ്ടോ?
ഓക്സിജൻ ആണുള്ളൂ കേട്ടോ. നോർമലി ഇത് പഠിക്കണമെങ്കിൽ ഓക്സിജൻ മാത്രം വേണ്ടിയിട്ടാവും കേട്ടോ. ഇതിന്റെ ഷേപ്പ് ബെൻഡ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ട്രയഗണൽ പ്ലാനർ 120 ഡിഗ്രി ആണ്. ഇതിന് 120 ഡിഗ്രിനേക്കാളും കുറച്ച് കുറയും. ശരിക്കും ടെക്സ്റ്റ് ബുക്കിൽ 119.5 അപ്പോ അതെന്തുകൊണ്ടായിരിക്കും പറഞ്ഞു? 119.5 ആണ് ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട്. എന്തുകൊണ്ടായിരിക്കും? വാട്ട് ഇസ് റീസൺ? ലോൺ പെയർ ബോണ്ട് പെയർ അല്ലെ. ഇവിടെ ലോൺ പെയർ, ഇത് ബോണ്ട് പെയർ, റിപ്പൽഷൻ ഹൈ. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇതിലെന്ത് മാത്രമേ ഉള്ളൂ? ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് 120 ആയി. ഇവിടെ ലോൺ പെയർ വന്നു. അപ്പൊ ലോൺ പെയർ എന്ത് ചെയ്യും? അതിന് റിപ്പൽഷൻ ഹൈ ആണ്. അതുകൊണ്ട് ബോണ്ട് ആംഗിൾ എത്രയാവും? 119.5 കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളുകളിലെ എല്ലാ ക്വസ്റ്റിനും തീർന്നു കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ വേറെ തരാം കേട്ടോ. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് എന്നാൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, കാരണം ഇയാളൊരു ചോദ്യം ചോദിച്ചതിനോട് അതെനിക്ക് ഇഷ്ടമായി. കാരണം എന്താ? XCO3 ഓക്സിജൻ വെച്ച് വേറെ കോമ്പൗണ്ട് വേണം അതല്ലേ ചോദ്യം അല്ലെ. XCO3 പഠിക്കുന്ന കുട്ടികൾ അല്ലെ, അത് ആഗ്രഹമാണ്. ഓർത്തോളാം. XCO3 എങ്ങനെയായിരിക്കും? ഷേപ്പ് ഒക്കെ പറയണം കേട്ടോ. XCO3 ഓക്സിജൻ ഒരു കോമ്പൗണ്ട് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുമ്പോ ഡബിൾ കൊണ്ടുവരും അല്ലേ. ഓക്കെ, വരച്ചു. ലോൺ പെയർ ബോണ്ട് പെയർ ഷേപ്പ് എല്ലാം കേട്ടോ. വേഗം അയാൾ പറഞ്ഞതായിട്ടാണ്. ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പോ 1 ലോൺ പെയർ അല്ലെ. 1 ലോൺ പെയർ എത്ര ബോണ്ട് പെയർ? 3 ബോണ്ട് പെയർ. ടോട്ടൽ എത്രയായി? 4. ടോട്ടൽ എത്രയായി? അങ്ങനെ 4 വന്നാൽ എന്തായിരിക്കും? വന്നാ 4 വന്നാൽ പറഞ്ഞോട്ടാ ആൻസർ എന്റെ ഡെയിലുള്ള ആൻസർ. 4 വന്ന ഇതുപോലെയല്ലേ വരയ്ക്കുള്ളൂ നമ്മള്. XC ഇങ്ങനെയാണോ പറയുന്ന രീതി ശ്രദ്ധിക്കും. ഇനി നമുക്കറിയാം ഇവിടെ എല്ലാം ആരാണുള്ളത്? ഓക്സിജൻ കൊടുത്തു. ഇനി ഇവിടെ എന്ത് ചെയ്തു? ലോൺ പെയർ. ഇങ്ങനെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. 3 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ. ഷേപ്പ് എന്താ എഴുതിയത്? അതേ ആൻസർ തന്നെയാണ്. പിരമിഡ്. പിരമിഡൽ കണ്ടോ? ഇതിന്റെ ഷേപ്പിന്റെ പേര് പിരമിഡൽ കണ്ടോ. നേരത്തെ വന്നിട്ടുണ്ട്. NH3 വന്നു കണ്ടോ. NH3. അപ്പൊ NH3 ചോദിക്കുമ്പോ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയേ. വേറെ ക്വസ്റ്റ്യൻ പറഞ്ഞേ. നൈട്രജന്റെ തൊട്ട് താഴെ കിടക്കുന്നത് PH3 ഫോസ്ഫൈൻ ഉണ്ടോ. ഫോസ്ഫൈന്റെ ഇത് ഉണ്ടോ. അങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഫോസ്ഫൈൻ, NH3, PH3 ഉണ്ടോ. പിന്നെ XCO3 ഉണ്ടോ. അതിനൊക്കെ ഒരേ ഷേപ്പാണ്. എന്തായിരുന്നത്? പിരമിഡൽ കേട്ടോ. പിരമിഡൽ. ഗുണങ്ങൾ എത്രയായിരുന്നു? പിരമിഡൽ നേരത്തെ 107 അല്ലെ. 107 പിരമിഡൽ കേട്ടോ. അപ്പൊ അത് തന്നെയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പോ ഓർത്തുകൊള്ളുക. ഇനി വേണോ ഓക്സിജൻ ഫ്ലൂറിനൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വേണം. ഓക്കെ. ദെൻ XCOFO അങ്ങനെ
XeO ഇതെഴുതിയില്ലേ? XeO ഇപ്പൊ എന്തായാലും ചെയ്യാം. ഇതേ സ്റ്റൈലിൽ തന്നെ നോക്കിയേ. എക്സി എഴുതുന്നു, ഓക്സിജൻ എന്താ ഡബിൾ ബോണ്ട് അല്ലേ? അപ്പൊ എത്ര ലോൺ പെയർ എത്ര ബോണ്ട് പെയർ? 1 ലോൺ പെയർ. എത്ര ബോണ്ട് പെയർ? ഇത് സിംഗിൾ പെയർ ആയിട്ട് എടുക്കാം. 1 2 3 4 5 ഡബിൾ ബോണ്ട് ഒറ്റ ബോണ്ട് ആയിട്ട് എടുക്കാം. കേട്ടോ? അപ്പോ 4 + 1 5 വരും. ടോട്ടൽ 6 കിട്ടിയോ? 6 വന്നാൽ എന്തായിരിക്കും? ലോൺ പെയർ ഇല്ലാതെ പഠിച്ചു. 6 വന്നാൽ ലോൺ പെയർ എവിടെയാ വരേണ്ടതെന്ന് അറിയാലോ? കാരണം ബാക്കിയുള്ളതെല്ലാം ഒരേപോലത്തെ അല്ലേ? ഒരേപോലത്തെ ഒരേ സ്നേഹിലല്ലേ കൊടുക്കുള്ളൂ. താഴെ വന്നാണ് കൊടുക്കും. അപ്പൊ അതിന്റെ ഷേപ്പ് വരുമ്പോ നമുക്കറിയാം എക്സി അല്ലെ? ഇത് സ്ക്വയർ ഉണ്ടോ? സ്ക്വയർ പിരമിഡ് അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ ഷേപ്പാണ് വരുന്നത്. ഫ്ലൂറിന് ഒരേപോലെയുള്ളത് ഒരേപോലെ ഇരിക്കുന്ന ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് കൊടുത്തത്. ഇവിടെ ഉണ്ടോ? ഇനി അവിടെ ആൻസർ പറഞ്ഞു റൈറ്റ് ആണോ പറഞ്ഞത് കേട്ടോ? ഇതാണ് ഇവിടെ ലോൺ പെയർ കേട്ടോ? അപ്പൊ എന്തായിരിക്കും? സ്ക്വയർ പിരമിഡ് കേട്ടോ? സ്ക്വയർ പിരമിഡൽ, സ്ക്വയർ പിരമിഡ്. ഇനി ഇത്രയാണ് നിങ്ങൾക്ക് നോർമലി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇതിന്റെ മോഡിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് IF7 എഴുതിയത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എഴുതിയത്. നിങ്ങൾക്ക് ഡിസോർഡർഡ് ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞൊരു ഷേപ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ? XeF6 ഇല്ല, അതിലേക്ക് പോകുന്നില്ല കേട്ടോ? അപ്പൊ അങ്ങനത്തെ കുറെ മോളിക്യൂൾസ് വേറെ ഉണ്ട് കേട്ടോ? അപ്പൊ ആരെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ X2നേക്കാൾ എക്സ്ട്രാ എന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ? ഓർക്കുക, നിങ്ങൾക്കാണ് ഓൾറെഡി കഴിഞ്ഞേക്കുന്നത് അല്ലെ? വേറെ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. IF7 വരെ എടുത്തോളൂ. പിന്നെ ഇത് ഇവിടെ എടുത്തില്ല പറഞ്ഞോളൂ. ഓക്കെ, ഇതിന്റെ മെത്തേഡ് കിട്ടിയാലോ കേട്ടോ? ഇത് ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ഗൈഡുകളിൽ മിക്കപ്പോഴും കാണുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. അവര് എന്ത് ചെയ്യുന്നത്, ഈ ലോൺ പെയർ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവര് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില മോളിക്കുള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ചില മോളിക്കുള്ളത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഡബിൾ ബോണ്ടിൽ പറ്റില്ല. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടിൽ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ, അത് കഴിഞ്ഞിട്ട് അതിന് ലോൺ പെയർ ബോണ്ട് പെയർ പറയും. എന്നിട്ട് ആ ലോൺ പെയർ ബോണ്ട് പെയർ കാണാതെ പഠിച്ചു നോക്കും. ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഞാൻ ചെയ്ത മെത്തേഡ് നമുക്ക് പറയാം. ആദ്യം ഈ ഏരിയ എന്ത് ചെയ്തു, നന്നായിട്ട് ഓർഡറിൽ പഠിപ്പിച്ചു. ഓക്കെ, ഇത് പഠിപ്പിച്ചതിന് ശേഷം ഈ ലോൺ പെയർ ബോണ്ട് പെയർ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ കൗണ്ട് എത്രയാണോ അതിലേക്ക് കൊണ്ടുവരും. ഇനി ലോൺ പെയർ മാച്ച് കഴിഞ്ഞാൽ ഏതാണോ ഷേപ്പ് അതിലേക്ക് കൊണ്ടുവരും കേട്ടോ? ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ടെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാലൻസ് ബോണ്ട് തിയറി ആണ്. ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു VSEPR തിയറി, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വാലൻസ് ബോണ്ട് തിയറി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് നമുക്ക് ഹൈബ്രിഡൈസേഷൻ വരുന്നത് കേട്ടോ? അത് കഴിഞ്ഞ് കുറച്ച് ടോപ്പിക്കാണ്. പക്ഷെ നമ്മളിപ്പോ എടുക്കുമ്പോൾ ഹൈബ്രിഡൈസേഷൻ എടുക്കും. കാരണം ഈ ടോപ്പിക്കും ഹൈബ്രിഡൈസേഷനുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ടോപ്പിക്. അതുകൊണ്ട് അടുത്ത ഹെഡിങ് ഹൈബ്രിഡൈസേഷൻ, നെക്സ്റ്റ് ഹെഡിങ് ഹൈബ്രിഡൈസേഷൻ. കാരണം ഈ ടോപ്പിക്ക് ഹൈബ്രിഡൈസേഷൻ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ അതിനിടയിൽ ഒരു ചെറിയൊരു ടോപ്പിക് വിട്ടിട്ടുണ്ട്. ആ ടോപ്പിക് നമുക്ക് ഒരുമിച്ചെടുക്കാം കേട്ടോ? ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ ഡെഫിനിഷൻ എഴുതാം കേട്ടോ? The process of intermixing of orbital, the process of intermixing of orbital
the process of intermixing of the orbital of slightly different energy resulting in the formation of new set of orbital with equivalent energies and shape. ആ ഇന്റർമിക്സിംഗ് എന്നുള്ള വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇന്റർമിക്സിംഗ് എന്നുള്ള വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അടുത്ത ലൈനില് നെക്സ്റ്റ് ചെറിയൊരു സബ്ഹെഡിങ് എഴുതിയത് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഫസ്റ്റ് പോയിന്റ് നമുക്കൊരു 2 പോയിന്റ്സ് മെയിൻ ആയിട്ടുള്ള എഴുതിയാൽ മതി. ഫസ്റ്റ് പോയിന്റ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ അണ്ടർലൈൻ ചെയ്യാം. അതിന് താഴെ ഫസ്റ്റ് പോയിന്റ് എഴുതുക. The number of hybrid orbital is equal to the number of the atomic orbital. The number of hybrid orbital is equal to the number of the atomic orbital. The number of hybrid orbital is equal to the number of the atomic orbitals that get hybridized. Second point, the hybridized orbitals are always equivalent energy and shape. The hybridized orbitals are always equivalent energy and shape. Third point, we'll go over it now. The hybrid orbital are more effective in forming stable bond. The hybrid orbitals are more effective in forming stable bond. Stable bond. Bond. B-O-N-D. Bond. Stable bond. Another heading is type of hybridization. എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. Type of hybridization. അവിടെ നിൽക്കട്ടെ. ഓക്കെ. അപ്പൊ ഇവര് ഇത് കഴിഞ്ഞിട്ട് ടൈപ്പ് അങ്ങനെ പറഞ്ഞിട്ട് കുറെ കണ്ടീഷൻ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്താന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പറഞ്ഞു ആറ്റം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടായി, ആറ്റം തമ്മിൽ അല്ലെ കെമിക്കൽ ബോണ്ട് ഉണ്ടായി. ആ കെമിക്കൽ ബോണ്ടിന്റെ സ്റ്റെബിലിറ്റി
എനർജി. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനാണ് ഈ ചാപ്റ്റർ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടായ ഒരു കാര്യം പറയാം. ഈ XeO4 ഭംഗിയുള്ള ഒരു ഷേപ്പ് ഉണ്ട്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഷേപ്പ് എന്ന് ചോദിച്ചപ്പോ ഈ ഷേപ്പ് ഓൾറെഡി ഉള്ളതാണ് ഇങ്ങോട്ട്. ആ ഷേപ്പിന്റെ റീസൺ ആണ് ഈ സയന്റിസ്റ്റ് ഇങ്ങനെ കണ്ടെത്തി ഇതിന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോ ഒരു ഷേപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ബാലൻസ് ഇലക്ട്രോൺ റിപ്പല്ലിയും അങ്ങനെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഒരു പ്രശ്നം വന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോവാണ്. നമുക്ക് CH4 എടുക്കാം, ഡീറ്റെയിൽ പിടിക്കാം, കുറച്ചൊരു ടോപ്പില്ല. CH4 ഈ CH4 ഒരാണ് CH4 കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് എല്ലാ ഇലക്ട്രോൺസുകളും ഒന്ന് എഴുതിയ 1s2 2s2 2p. അപ്പൊ എസ് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇതാണ് ഔട്ടർ മോസ്റ്റ് അല്ലേ, ഇയാളെ എടുക്കില്ല. ഇത് 1s അല്ലേ, ഇത് കഴിഞ്ഞാൽ 2s2. എന്ന് പറയുമ്പോൾ എത്രയാ? ഇപ്പൊ എനർജി ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണ് എനർജി കൂടുതൽ, ഇതിന് എനർജി എന്താണ് കുറവാണ് അല്ലെ? പഠിപ്പിച്ചല്ലേ അപ്പൊ പ്രിൻസിപ്പൽ അനുസരിച്ച് കൂടുതൽ എന്ത് ചെയ്യും? എനർജി കൂടും. അപ്പൊ ഈ ഇലക്ട്രോൺ എനർജി കൂടുതലായിരിക്കും, ഈ ഇലക്ട്രോൺ എന്തായിരിക്കും? എനർജി കുറവായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4. ഇങ്ങനെ 4 ഇലക്ട്രോൺ ആയിട്ട് ഇങ്ങനെ കാർബൺ ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുന്ന ഓർമ്മയായിരുന്നു. അപ്പോഴാണ് ഹൈഡ്രജൻ ഫോൺ വിളിച്ചത് പറയാണ് ഞങ്ങൾ 4 പേര് വീട്ടിലേക്ക് വരുന്നുണ്ട്, ഷെയർ ചെയ്യാനായിട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് സിറ്റുവേഷൻ കേട്ടോ. ഹൈഡ്രജൻ 4 ഹൈഡ്രജൻസ്. ഈ ഹൈഡ്രജൻ ആണ് ഇതിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോ ഇത് എന്ത് ചെയ്യും? ഹൈഡ്രജനാ വരുന്നത് കേട്ടോ. ഈ 4 പേര് ഹൈഡ്രജനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇയാളാണ് പോസ്റ്റ് ചെയ്യുന്ന ആൾ. 4 പേര് വരുന്നു. ഇയാളുടെ പേരാണ് എസും പി. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അതിന് പകരം ശ്രദ്ധിക്കുക, ഇയാളുടെ വീട്ടില് 2 ആപ്പിൾ ഉണ്ട് കേട്ടോ. 2 ആപ്പിൾ 2 ഓറഞ്ചുമാണ് ഇരിക്കുന്നത്. ഈ 4 പേരാണ് വരുന്നത്. 4 പേർക്ക് ഈക്വൽ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ അത് തന്നെ ഇടിച്ച് ശരിയാകും. അതാണ് അൺസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ കാർബണിന്റെ അടുത്തേക്ക് ഹൈഡ്രജൻ വരുമ്പോ ഈ 4 പേരെയും എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഈക്വൽ. ശരിയല്ലേ? ഇവിടെ ട്രീറ്റ് ചെയ്ത് നോക്കിയേ, ഒരേ ആംഗിൾ, ഒരേ സ്ട്രെങ്ത്, ഒരേപോലെ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. ഈ 4 പേര് വരുമ്പോ താൻ എനർജി കൂടിയത് ഇയാൾക്ക് കൊടുക്കും. അത് സംഭവിക്കും. ബാക്കി ആൾക്കാരെ വന്നിട്ട് അല്ലെ എനർജി കുറവുള്ള വേണ്ടെന്ന് പറയും. ഈക്വൽ ആക്കണം. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അതാണ് കാര്യമായിട്ട് താൻ എന്ത് ചെയ്യും? തന്റെ 2 ആപ്പിൾ ഉണ്ട്, 2 ഓറഞ്ച് ഉണ്ട്, 4 പേര് വരുന്നുണ്ട്. ഒരാൾക്ക് പോലും എനർജി കുറവില്ലാതെ. അവർക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, എനർജി ഒരേപോലെ ആയിരിക്കണം കേട്ടോ. ശരിയല്ലേ? ഇപ്പൊ 4 പേരായിട്ട് വരുന്ന സമയത്ത് ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നു കേട്ടോ. ഒരാൾക്ക് ഒരു തുള്ളി വെള്ളം, മറ്റേ ആൾക്ക് ഒരു ഗ്ലാസ് അടച്ച് വെള്ളം അങ്ങനെ കൊടുത്താൽ തന്നെ വിഷമാവില്ലേ? അപ്പൊ തന്നെ അല്ലെ ശരിയാവില്ല. അപ്പൊ അൺസ്റ്റെബിലിറ്റി ആയി കേട്ടോ. ഗ്ലാസ് തന്നെ വരും കേട്ടോ. അതുകൊണ്ട് താനിപ്പോ ഈ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യും? അത് ഡെഫിനിഷൻ വെച്ചാൽ കിട്ടും. അപ്പൊ എന്താ ചെയ്തേ? ആ ഡെഫിനിഷൻ വെച്ചു ഇയാളത് എന്താ ചെയ്തേ? ഒന്ന് വായിച്ചു. ഫസ്റ്റ് ഹൈബ്രിഡൈസേഷൻ എന്താ ചെയ്തേ? ഒരു വേർഡ് അപ്ലൈ ചെയ്യാൻ പറയും, ഇന്റർ മിക്സിംഗ് കേട്ടോ. ഏടെ വീട്ടിൽ മിക്സ് ചെയ്യേണ്ടത് ഇന്റർ മിക്സിംഗ്. എന്ത് ചെയ്യും? 2 ആപ്പിളും 2 ഓറഞ്ചും എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കും. ആപ്പിൾ ഓറഞ്ച് ജ്യൂസ് കേട്ടോ. കഴിക്കും, എന്നാലും കൊടുക്കാം കേട്ടോ. 4 പേർക്കും എന്താണ് അല്ലെ ഈക്വൽ ആയിട്ട് ഒരേ ഗ്ലാസ്സിൽ അല്ലെ കറക്റ്റ് ആയിട്ട് കിട്ടൂല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇയാളെ പറയും ആപ്പിൾ 3 കട്ട് ചെയ്യാം, സൈസ് സമയത്തില്ല, കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അത് ഈ 4 കൂടി മിക്സിയിലിട്ട് അടിച്ച് ഒരേപോലെ ആയിട്ട് കൊടുക്കും. മനസ്സിലായി? അപ്പൊ 4 പേര് ഹാപ്പി ആയിട്ടിരിക്കും. അതാണ് കാണാൻ പോകുന്നത്. അതാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നോക്കിയേ, ഈ കാർബൺ അടുത്തത് ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഓർമ്മ സ്റ്റേജ് കേട്ടോ. ഓർക്കുക എക്സൈറ്റഡ് സ്റ്റേജ് അല്ലെ. ഇയാൾ എക്സൈറ്റഡ് ആയി, ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. ഓർക്കുക ഫുഡ് കൂടുതലെങ്കിലും അല്ലെ എക്സൈറ്റഡ് ആക്കി വരും. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ഈക്വൽ ആകും. 4 പേർക്കും കറക്റ്റ് ആയിട്ട് നോക്കിപ്പോയില്ലേ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം, ഈ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താവും? ഇതാ ടോട്ടൽ എത്ര ബോക്സ് ഉണ്ട്? കാണാട്ടില്ലേ? അതിനെ ഇങ്ങനെ എഴുതും. എന്തിനാ ഇങ്ങനെ എഴുതുന്നേ? ഒരേപോലെ ആക്കണം അല്ലേ? കൂടുതൽ കുറയാനൊന്നും പാടില്ല. എന്നിട്ട് ഈ ഇലക്ട്രോൺ പുറത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഈക്വൽ ആണ്. മിക്സിയിൽ അടിക്കുന്ന പോലെ ഈക്വൽ ആയി. ഇനി ഇതിന്റെ പേര് എസ് എന്നോ പി എന്നോ അല്ല. എന്തായിരിക്കും ഇതിന്റെ പേര്? ഇവിടെ എത്ര എസ് ഉണ്ട്? ഒരു ബോക്സ് അല്ലെ, ഒരു എസ്. ഇവിടെ എത്ര ബോക്സ് ഉണ്ട്? 3. അപ്പൊ ഇതിന്റെ പേര് എന്തായിരിക്കും? sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ. അപ്പൊ ഡെഫിനിഷൻ എന്തായിരിക്കും? sp3 1s ഓർബിറ്റൽ 3p ഓർബിറ്റൽ ഇന്റർമിക്സ് ടു ഫോം 3 ഹൈബ്രിഡ് ഓർബിറ്റൽ അല്ലെ. ഓർത്തുക 1s ഓർബിറ്റൽ 3
ഹൈബ്രിഡ് ഓർബിറ്റൽ ഇന്റർമിക്സ്ഡ് ഫോം എത്രയായി 4 കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ആയിട്ട് എടുക്കുക. നേരത്തെ പറഞ്ഞാല് 2 ഓറഞ്ച് പറയണ പോലെ ഒരു ഓറഞ്ച് 3 ആക്കും ആ രീതിയിലാവേണ്ടി വരും കേട്ടോ. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 4 ആയി ഓർത്ത് വെക്കാം. ബോക്സ് ആയിട്ട് എടുക്കാം. എസിന് ഒരു എനർജി ആയിരിക്കും, പിക്ക് വേറെ എനർജി. അപ്പൊ പിയില് 2 ചോദിച്ചു ഏതായിരുന്നു? സ്പിൻ എല്ലാം മുകളിലേക്കായിരിക്കും. മാറും ഒരേ കാരണം എന്താ? സ്പിൻ മാറാത്തതിന്റെ കാരണം എന്തായിരിക്കും? ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോ താഴേക്കാവണം, അതല്ലേ മറ്റു ചോദ്യം. ഓക്കെ, അങ്ങനെയില്ല. അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? നേരെയാവും, ഒരേപോലെ ആവും. എനർജി സ്പിൻ കോർണർ നമ്പറിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? എനർജി മാറൂലേ? അതുകൊണ്ട് നേരെ എല്ലാത്തിനും മിക്സിൽ അടിച്ചാൽ ഒരേപോലെ ആവും. അതാണ് ഇന്റർമിക്സ്. അപ്പൊ ഒരു മോളിക്യൂള് അടുത്തേക്ക് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോ അതിന്റെ ഔട്ടർ മോസ്റ്റലില് എത്ര ബോക്സുകൾ ഉണ്ടോ അതിലേക്കാണ് ഇവര് വന്ന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ CH5 അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും? ഉണ്ടാവില്ല. കാരണം ഓക്യുപ്പൈ സ്പേസ് ഉണ്ടാവും ഇല്ല. അതുകൊണ്ടാണ് ഓരോ മോളിക്യൂൾസിനും കറക്റ്റ് നമ്പർ ഇങ്ങനെ ഫോം ചെയ്യുന്നത്. എടി മനസ്സിലായി? കാരണം എന്താണ്? ഔട്ടർ മോസ്റ്റലിലുള്ള ഈ പറയുന്ന ഓർബിറ്റലിലെ എല്ലാത്തിന്റെയും എനർജി എന്താക്കണം? ഈക്വൽ ആവണം. അപ്പൊ അങ്ങനെ എനർജി ഈക്വൽ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഫോം ചെയ്യുള്ളൂ. അങ്ങനെ എനർജി ഈക്വൽ ആയാൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? ഫോം ചെയ്യുള്ളൂ. അപ്പൊ ഹൈബ്രിഡൈസേഷന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞേ ഇവിടെ നോക്കി. ഇന്റർമിക്സിംഗ് ഓഫ് എന്താ ഇത്? ആറ്റത്തിന്റെ ഓർബിറ്റൽ അല്ലേ? എന്റെ ഡെഫിനേഷൻ കാണാൻ പറയണം കേട്ടോ, വെറുതെ പഠിക്കരുത്. ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽ സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജി അല്ലെ? ഓക്കെ. അല്ലാതെ ഇവിടത്തെ എസും വേറെ വല്ലതിന്റെയും അല്ലെ എഫും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരേ എനർജിയിലുള്ളതേ മിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓർക്കുക. അപ്പൊ ഒരേ എനർജി ഉള്ളതാണ് അല്ലെ? എസ് എം ബി ഒക്കെ അടുത്തടുത്ത എനർജി ഉള്ളവർ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ഇന്റർമിക്സ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? ടു ഫോം എങ്ങനത്തെയാ? ന്യൂ ഓർബിറ്റൽ വിത്ത് എങ്ങനെ എനർജിയാ? ഈക്വലന്റ് എനർജി കേട്ടോ. അപ്പൊ 2 വേർഡ് ഉണ്ടാവില്ല, ഇന്റർമിക്സിംഗ്. പിന്നെ ലാസ്റ്റത്തെ വേർഡ് ഇക്വലന്റ് എനർജി. ഇക്വലന്റ് എനർജി ഇവിടെ ഡെഫിനിഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പരക്കുന്നത് തന്നെയാണ് ആക്ച്വലി കേട്ടോ. ഇന്റർമിക്സ് ചെയ്യുന്നുണ്ട്, ഈക്വൽ എനർജിയുള്ള കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു. ഇനി ഓക്കെ, ഈ ഈക്വലന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് ആര് വരികയാണ്? പാവം ഹൈഡ്രജൻ കേട്ടോ. ഹൈഡ്രജൻ ഇലക്ട്രോൺ എങ്ങനെ വരും? CH4 ഉണ്ടായിരുന്നു. ഇതാണ് ഹൈഡ്രജൻ. ഇത് നോക്കൂ കേട്ടോ. ഹൈഡ്രജൻ കണ്ടോ? ഹൈഡ്രജന്റെ ഇലക്ട്രോൺ കണ്ടോ കേട്ടോ? ഹൈഡ്രജന്റെ ഇലക്ട്രോൺ കണ്ടോ? ഹൈഡ്രജന്റെ ഇലക്ട്രോൺസ് കറക്റ്റ് ആയിട്ട് വരും അല്ലെ? അപ്പൊ തന്റെ വീട്ടില് അല്ലെ 4 പേരൊക്കെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തു. എത്ര ഹാപ്പി ആണല്ലേ? നല്ല രസമായിട്ട് തോന്നുന്നു. അങ്ങനെ ക്ലിയർ ആയിട്ട് അല്ലെ? അപ്പൊ ആ രീതിയിലാണ് ക്ലിയർ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാം. ഒരു സെൻട്രൽ ആയിട്ടും ഉണ്ടാവും അല്ലെ? ഒരു ഫംഗ്ഷൻ ബർത്ത്ഡേ പാർട്ടി അല്ലെ? ബർത്ത്ഡേ പാർട്ടിയിൽ ഒരാൾ സെൻട്രൽ ആയിരിക്കും അല്ലെ? അതിലേക്ക് ഇങ്ങനെ സറൗണ്ടിങ് ആയിട്ട് വരും അല്ലെ? അപ്പൊ അവരെ നമ്മൾ ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക അല്ലെ? ഓക്കെ. അപ്പൊ അതുപോലെ കാരണം സ്റ്റേബിൾ ആവുക, നല്ല ഭംഗിയാവുക, അത് തന്നെയാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. അപ്പോ ഇന്റർമിക്സ് ചെയ്തു, മനസ്സിലൊരു വ്യൂ എല്ലാം ഫോം ചെയ്തു. ഇനി അതിന്റെ ഫീച്ചർ ആയിട്ട് വലുതാണ് ഓർക്കനെ വായിക്കും. ഇനി നോക്കാം ഇവിടെ എത്ര ഓർബിറ്റൽ മിക്സ് ചെയ്തു? 1 2 3 4 അല്ലെ? ഒരു ആപ്പിൾ സോറി ഒരു ഓറഞ്ച് 3 ആപ്പിൾ മിക്സ് ചെയ്തു. എന്നിട്ട് എത്ര എണ്ണം ഉണ്ടാവണം? 4 എണ്ണം ഉണ്ടാവണം. അല്ലാതെ ഒരെണ്ണം കഴിക്കരുത് കേട്ടോ. ഓക്കെ, ഇതാണ് കറക്റ്റ് അല്ലെ? ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിരിക്കണം. എത്ര ആറ്റമിക് ഓർബിറ്റലാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഹൈബ്രിഡ് ഓർബിറ്റൽ വരുന്നത്. അതൊക്കെയാണോ? എത്ര അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ മുഴുവനും കാണാതെ പഠിക്കുന്ന ടിപ്സ് വരാം. ഇവിടെ നോക്കി എത്ര ആൾക്കാരുണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ? ഓക്കെ, 2 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ. എസിന് എത്ര ബോക്സ് ഉണ്ട്? പിക്ക് എത്ര ബോക്സ് ഉണ്ട് മാക്സിമം? ഡിക്ക് എത്രയുണ്ട് എന്ന് പറഞ്ഞേ. ഇനി നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന എല്ലാത്തിന്റെയും ഹൈബ്രിഡൈസേഷൻ ഈ ഒരു ടിപ്പ് വെച്ച് എഴുതും കേട്ടോ. ഓർക്കുക, അതും ലീഗൽ അല്ല കേട്ടോ. ഓർക്കുക കേട്ടോ. ഓർക്കുക, കാരണം അതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണമെന്നാണ് പറയുന്നത്. അതിന് പകരം നമുക്ക് ഇങ്ങനെ നോക്കാം കേട്ടോ. ചില സ്കൂൾ ടീച്ചേഴ്സും അത് പറഞ്ഞുതരും, പല രീതിയിൽ പറഞ്ഞുതരും. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് മനസ്സിലാവുന്നത് ആ രീതിയിൽ ക്ലിയർ ചെയ്ത് പോകണം. ഇവിടെ ശ്രദ്ധിക്കാം, ഇത് നോക്കാം. BEF, ബി ആണ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിലേക്ക് എത്ര പേര് വരുന്നുണ്ട്? 2 പേര്. 2 പേര് വന്നാൽ ഒരു എസ് ഒരു പി. അപ്പൊ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? SP. ഇതിൽ എത്ര പേര് വരുന്നുണ്ട്? 3 പേര്. 3 പേര് വരുമ്പോ ഒരു ബോക്സിലെ എസിനുള്ളൂ. എസ് പി എത്ര കൊടുക്കും? 2. അപ്പൊ എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ?
sp2 കേട്ടോ. പഠിക്കാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ്. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? എത്ര പേര് വന്നിട്ട് ഒരു കാർബൺ സെൻട്രൽ ആറ്റം അല്ലെ, ബാക്കി എത്ര 1 2 3, അപ്പൊ എന്തായിരിക്കും? ഒരു S 3 P, അപ്പൊ എന്തായിരിക്കും? sp3. ഓക്കെ ആണ്. ഇനി ഇതിന്റെ എന്തായിരിക്കും? 5 ഇല്ലേ? 5 എന്തായിരിക്കും? sp3d1 ആണോ? അപ്പൊ sp3d. ഇനി ഇതിന്റെ എന്തായിരിക്കും? sp3d2. ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? 1s orbital, 3p orbital, 2d orbital intermixed to form 5 hybrid orbital with equivalent energy. This is known as sp3 hybridization. ഇങ്ങനെയാണ് നമ്മൾ അതൊക്കെ എഴുതും അടുത്ത ക്ലാസ്സിൽ. പക്ഷെ നമുക്ക് അതിനു മുമ്പ് തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ഇത്രേ ഉള്ളൂ. sp3d2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എത്രയായി? ഇത് എത്രയായിരിക്കും പറ? sp3d. ഇനി നിങ്ങൾ നേരത്തെ എഴുതിയിരുന്നത് ഇത് വേഗം എടുത്ത് നിങ്ങൾ എഴുതിയിരുന്ന സ്ഥലത്തൊക്കെ എഴുതും കേട്ടോ. ഹൈബ്രിഡൈസേഷൻ അല്ല, ഞങ്ങൾ നേരത്തെ എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം ഹൈബ്രിഡൈസേഷൻ കണക്ട് ചെയ്ത് എഴുതണം കേട്ടോ. നിങ്ങൾ നേരത്തെ എഴുതിയിരിക്കുന്ന എക്സാമ്പിളുകളിലെല്ലാം ഇത് കണക്ട് ചെയ്യണം. sp, sp2, sp3, sp3d, sp3d2, sp3d3. ഇനി ഇത് ഇങ്ങനൊരു റൂൾ ആക്കാനതിന്റെ കാരണം എന്തായിരിക്കും? ഇപ്പൊ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി തരാത്തതിനൊരു കാരണമാണ്. എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളില് ഇടയ്ക്ക് d2 sp3 ഉണ്ട്, എന്നിട്ട് d2 sp3, dsp2 അങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട്. ആ സംഭവങ്ങള് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടുകൾക്ക് മാത്രമേ വരൂ. കോർഡിനേഷൻ കോമ്പൗണ്ട് ഇങ്ങനെയുള്ളതൊന്നും വരില്ല. കോർഡിനേഷൻ കോമ്പൗണ്ട് നിങ്ങൾക്ക് 12th ഒരു ചാപ്റ്ററിന്റെ പേരാണ് കേട്ടോ. ആ കോമ്പൗണ്ടുകൾ മാത്രമേ വരുള്ളൂ. അപ്പൊ അതർ എല്ലാ കോമ്പൗണ്ടുകൾക്കും ഈ റൂൾ വെച്ച് നിങ്ങൾ ഫോളോ ചെയ്താണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇത് റൂളായിട്ട് വരാത്തത്. ഇപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ അങ്ങനെ പറയാത്തതിന്റെ കാരണം അതാണ് കേട്ടോ. ഇത്രയും പേര് എഴുതിയോ? ഈ ലോൺ പെയർ ബോണ്ട് പെയർ വരുന്ന ഫസ്റ്റ് എക്സാമ്പിൾ NH3 എഴുതിയത് ഓർമ്മയുണ്ടോ? NH3 ടോട്ടൽ എത്ര വന്നിട്ടുണ്ടായിരുന്നു? ലോൺ പെയർ ബോണ്ട് പെയർ കൂടിയിട്ട് 4 വന്നാൽ എന്ത് എഴുതിക്കണം? കയ്യിൽ കൊണ്ട് ചെയ്ത് 4 വന്ന sp3 എടുത്തു. NH3 sp3 ഹൈബ്രിഡൈസേഷൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയത് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം എഴുതിയത് NH3 ആണ്, sp3. സെക്കൻഡ് എഴുതിയത് എന്ന് ഓർമ്മയുണ്ട്, SF4 ആണ് എഴുതിയത് അല്ലെ. SF4 എന്തായിരിക്കും? ടോട്ടൽ എത്ര വന്നിട്ടുണ്ടായി? ലോൺ പെയർ ബോണ്ട് പെയർ കൂടി 5 വന്നാൽ എന്തായിരിക്കും? sp3d കേട്ടോ. അപ്പൊ 5 വന്നിട്ടുണ്ട്, അതുകൊണ്ട് sp3d. അപ്പൊ അതിനുവേണ്ടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് ഒരുമിച്ച് പഠിപ്പിക്കുന്നത്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ ചോദിക്കാം, ഇത് ചോദിക്കാം, രണ്ടിനും നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ടോപ്പ് നോച്ച് ക്വസ്റ്റ്യൻസ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇതൊക്കെ എഴുതുന്നത് ഒരു കണ്ടന്റാണ്. നെക്സ്റ്റ് അടുത്ത എന്താണ്? H2 ലോൺ പെയർ ബോണ്ട് പെയർ 4. അപ്പൊ എന്തായിരിക്കും? sp3 കേട്ടോ. H2O ഹൈബ്രിഡൈസേഷൻ sp3, H2O hybridization sp3. അടുത്ത എന്തായിരുന്നു? നെക്സ്റ്റ് xcF2 എന്തായിരിക്കും? ടോട്ടൽ എത്ര വന്നു? 5 അല്ലേ വന്നിരുന്നത്? 5 വന്നാൽ എന്തായിരിക്കും? sp3d അല്ലേ. sp3d കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി കേട്ടോ. sp3d. അടുത്ത എന്തായിരുന്നു? ClF3 എന്തായിരിക്കും? ClF3 അല്ലേ. എന്താ 5 അല്ലേ? sp3d ആണോ? 5 വരുമ്പോ sp3. അടുത്ത എന്തായിരുന്നു? F5 എത്ര വന്നു ടോട്ടൽ? 6 വന്ന sp3d മതി. ഐഡിയ മനസ്സിലായല്ലോ, ട്രിക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി എല്ലാം കൂടി എഴുതണം. അപ്പൊ ഇത്രയുള്ള പരിപാടി ഇങ്ങനെ നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ എളുപ്പത്തിലാക്കണം. ഇനി നമ്മള് ഇത് പറയുമ്പോൾ ഇത് ഫോർമേഷൻ എന്ന് പറയും. ഇങ്ങനെ എഴുതി വെക്കുന്ന ഫോർമേഷൻ ആണ്. ഇത് നമുക്ക് ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ട് എഴുതരാം. നിങ്ങൾക്ക് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, SP ഹൈബ്രിഡൈസേഷൻ. ഇനിയാണ് നമുക്ക് തുടങ്ങുന്നത്. ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഫസ്റ്റ്. ഇതെല്ലാം കുഞ്ഞു ഡെഫിനിഷൻ എഴുതണം. SP ഹൈബ്രിഡൈസേഷൻ. എങ്ങനെയായിരിക്കും ഡെഫിനിഷൻ? ഡെഫിനിഷൻ നമ്മൾ sp3 വരെ എഴുതും. എങ്ങനെയായിരിക്കും ഡെഫിനിഷൻ എഴുതി വെച്ച്? 1s orbital definition. 1s orbital
and one p orbital intermixed form പറയും എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ intermixed form പറയും two hybrid orbital with equivalent energies. One s orbital, one p orbital, intermixed form two hybrid orbital with equivalent energy. Two hybrid orbital with equivalent energies. Two hybrid orbital with equivalent energies. എഴുതിയോ? Then അവിടെ s ക്യാരക്ടറിന്റെ പെർസെന്റേജ് എത്രയായിരിക്കും പറഞ്ഞേ? Energies with equivalent energy. Percentage of s character and percentage of p character പറഞ്ഞോ? sp equal അല്ലേ? എത്രയായിരിക്കും? 50 കേട്ടോ? അപ്പോ percentage of s character 50%. So s character 50% അങ്ങനെ എഴുതാം. s character hyphen 50%, p character എത്രയായിരിക്കും? 50%. എക്സാമ്പിൾ നിങ്ങൾ എഴുതിയേക്കുന്ന BEF2 കേട്ടോ? എക്സാമ്പിൾ BEF 50 ഏതാണ് ആക്ച്വലി? 100 അല്ലേ? 100 രണ്ടുപേര് ഓൾറെഡി ഇപ്പൊ ഒരു ചോക്ലേറ്റ് നമ്മൾ ഹാഫ് കഴിച്ചാൽ എത്ര പെർസെന്റ് കിട്ടും? 50 ആണ് പറഞ്ഞത്. രണ്ടുപേര് കിട്ടും. 4 പേരാണെങ്കിൽ എത്ര കിട്ടും? 25%. 5 പേരാണെങ്കിൽ 20%. ആരെയും കേട്ടോ? ഇനിയുണ്ട്, അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 50%. എക്സാമ്പിൾ BEF. ഇനി ഇതിന്റെ BF-ന്റെ ഫോർമേഷൻ ഒക്കെ CS4 പോലെ ചോദിക്കണമെന്ന് ഫോർമേഷൻ ഒന്ന് കാണിച്ചേക്കാം. ബിയുടെ ഔട്ടർ മോഷൻ എത്ര ഇലക്ട്രോൺ വരും? എങ്ങനെ വരും? 1s2 ബെർലിയം എത്രയായിരുന്നു ആറ്റമിക് നമ്പർ? 4 2s2 ഇനി 2p എന്ന് പറയുന്നത് വേക്കന്റ് ഓർബിറ്റൽ ആണോ? ഇനി എങ്ങനെയായിരിക്കും എഴുതുന്നത്? ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു അല്ലെ? ഈ ബെർലിയം എക്സൈറ്റഡ് ആയി. എന്തിനാ എക്സൈറ്റഡ് ആയത്? ആരാ വരുന്നത് ബെർലിയത്തിന്? നോക്കി അന്വേഷിച്ചിട്ട് അല്ലെ? ഫ്ലൂറിൻ അല്ലെ? ഓർത്തോക്കാം. ഫ്ലൂറിൻ വരുമ്പോ എക്സൈറ്റഡ് ആണ് കേട്ടോ. ഓർത്തോക്കാം. അങ്ങനെയാണല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മുടെ എക്സൈറ്റഡ് ആണ്. സെയിം ഗെയിം. അപ്പോ ഇവിടെ നിന്ന് ഈ എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇപ്പുറത്തേക്ക് മാറും. അതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഹൈബ്രിഡ് ഓർബിറ്റൽ രണ്ട് രീതിയിൽ വരക്കാം. ഒന്ന് നമ്മുടെ ഹൈബ്രിഡ് ഓർബിറ്റൽ റെപ്രസെന്റ് ചെയ്യുമ്പോ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഡോട്ടർ ലൈൻ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോ ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺസ് ഇപ്പുറത്തേക്ക് പോകും. അപ്പോഴും ശ്രദ്ധിക്കാം, നേരത്തെ ചോദിച്ച പോലെ ഇങ്ങനെ എഴുതാവൂ കേട്ടോ. ഡൗൺ ആരോ വരക്കരുത് ഒരിക്കലും കേട്ടോ. ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പില് എന്ത് ചെയ്യും? ഇതിലേക്ക് ആര് വരാണ്? BEF2 അല്ലെ? ഓക്കെ. അപ്പൊ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ BEF2 എന്ന് പറയുന്നത്. കറക്റ്റ് ഇപ്പൊ തന്നെ ഇവിടെ തന്നെ വരച്ചേക്കാം. ഇതിനെ വിളിക്കുന്ന പേര് sp ഹൈബ്രിഡ് ഓർബിറ്റൽ കേട്ടോ. അതാണ് sp ഹൈബ്രിഡ് ഓർബിറ്റൽ. അതിലേക്ക് sp ഹൈബ്രിഡ് വിസിബിൾ അല്ലെങ്കിൽ ഞാൻ പറയാം, മനസ്സിലാക്കാം കേട്ടോ. ഓൺലൈനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നില്ലെങ്കിലൊക്കെ പറയണം കേട്ടോ. ഇങ്ങനെ തന്നെ വിളിക്കുന്ന പേര് ഫോർമേഷൻ എന്നാണ് കേട്ടോ. ഫോർമേഷൻ ഓഫ് BF2 അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് BF2 എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയണം. അടുത്ത ഹെഡിങ് എന്തായിരിക്കും? അടുത്ത ഹെഡിങ് പറഞ്ഞേ. SP കഴിഞ്ഞ അടുത്ത ഹെഡിങ് എന്തായിരിക്കും? SP2. അടുത്ത ഹെഡിങ് കേട്ടോ. SP2 ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ് ഹെഡിങ് SP2 ഹൈബ്രിഡൈസേഷൻ. SP2 ഹൈബ്രിഡൈസേഷൻ. സമയം ഡൗട്ട് ഉണ്ടോ? നോക്കിയല്ലേ? അടുത്ത SP2 ഹൈബ്രിഡൈസേഷൻ. എങ്ങനെയായിരിക്കും ഡെഫിനിഷൻ? നേരത്തെ അതേ പാറ്റേൺ. എങ്ങനെയായിരിക്കും? 1s ഓർബിറ്റൽ 2p orbital intermixed form
2p ഓർബിറ്റൽ ഇന്റർമിക്സ്ഡ് ഫോം എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും പറയേ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ വിത്ത് ഇക്വാലന്റ് എനർജീസ്. ഒരേ പാറ്റേൺ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണേ. ഏതിന് ചോദിക്കുമ്പോൾ ഒരേ പാറ്റേണിൽ പഠിക്കുമ്പോൾ 1 2 ആയി കഴിയുമ്പോൾ അടുത്ത തനിയെ കിട്ടും. എങ്ങനെയായിരിക്കും എനർജി? ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇക്വാലന്റ് എനർജീസ് കേട്ടോ. മനസ്സിലാക്കിയത് പറയും കേട്ടോ. ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ എനർജി എന്ന് എഴുതിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. ഇനി എസ് ക്യാരക്ടർ എത്രയായിരിക്കും? ബി ക്യാരക്ടർ എത്രയായിരിക്കും? എസ് ക്യാരക്ടർ പെർസെന്റേജ് എത്രയായിരിക്കും? ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 3 ഉണ്ട് അല്ലെ? SP2. അപ്പോ 100 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 100 ഡിവൈഡ് ബൈ 3 വേഗം പറ. 33.3. അപ്പോ എസ് ക്യാരക്ടർ 33.3%. അപ്പൊ പി ക്യാരക്ടർ എത്രയായിരിക്കും? ബാക്കി 2 ക്വസ്റ്റ്യൻ പിക്ക് അല്ലേ? അപ്പൊ എത്ര വരും? 66.6%. കേട്ടോ. ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് വേണ്ട. 333 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 666 പോവുകയാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ വരും കേട്ടോ. എക്സാമ്പിൾ ഏതാ പറഞ്ഞേ? ഇവിടെ വെച്ചു എടുത്തോ. അവിടെ വെച്ചു കേട്ടോ. അടുത്ത പോലെ എന്തായിരിക്കും? എക്സാമ്പിൾ BF3. എങ്ങനെ പാറ്റേണിൽ എഴുതും? ഒരേ രീതിയിൽ കൊണ്ടുപോയി BF3. അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ബോറോൺ അറ്റ്മോസ്ഫിയർ എത്ര ഉണ്ടെന്ന് പറയുന്നത് 5 അല്ലേ? അപ്പൊ 2p1 ഉണ്ടോ? ഇങ്ങനെ ബോറോൺ അല്ലേ? ഓക്കെ. ഇനി നോക്കിയേ. ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുമ്പോ ഒരു S 2p എടുക്കണം അല്ലെ? അപ്പൊ ഈ ഇലക്ട്രോൺ ഏതിലേക്ക് സെൻഡ് ചെയ്യും? ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ഈക്വൽ ആവും അല്ലെ? അപ്പൊ ഞാൻ ചെയ്ത് നോക്കിയേ. ഈ ഇലക്ട്രോൺ എല്ലാം ഈക്വൽ ആയി നോക്കുക. ഇനി എന്ത് ചെയ്യണം അല്ലെ? ആ കട്ട് ചെയ്യുന്ന പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ 2 രീതിയിൽ എഴുതാം. ഇത് ഒരുമിച്ച് ജോയിൻ ചെയ്ത് എഴുതാം, അത് ഒറ്റയ്ക്കാക്കി എഴുതാം കേട്ടോ. അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആരെ വരും? ഫ്ലൂറിൻ. ആ ഫ്ലൂറിൻ അടുത്ത ഇതിലേക്ക് വരും കേട്ടോ. ആ ഡോട്ടർ ലൈൻ ഇട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അതും കൂടി പറയാം കേട്ടോ. ഡോട്ടർ ലൈൻ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. ആ ഡോട്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ SP2 ഹൈബ്രിഡ് ഓർബിറ്റ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഡോട്ടർ ലൈന് പകരം ഇങ്ങനെ ഒരുമിച്ച് എഴുതാം കേട്ടോ. ഓർത്തോക്കെ ഇങ്ങനെ എഴുതാം കേട്ടോ. 4 എന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നു കേട്ടോ. ഒരുമിച്ച് ഇങ്ങനെ എഴുതാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആ എണ്ണത്തിനെ മാറ്റി ഇവിടെ ഒരു ബോക്സ് ആക്കി കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കും കേട്ടോ. ഇനി ചില ബുക്കുകളിൽ ഗൈഡുകളിൽ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയാണെന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചേക്കുന്നത്. ചില ബുക്കുകളിൽ ഇൻഡു ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അത് റൈറ്റ് തെറ്റുന്നുള്ള ഗൈഡുകളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. സ്കൂളിൽ ആരെങ്കിലും ഒക്കെ വേറെ എന്തെങ്കിലും ബുക്കൊക്കെ റഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുണ്ടാവും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് അതേ പാറ്റേണിലാണ് എഴുതി പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, അത് റോങ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. BF3 കേട്ടോ. BF3 ആണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇത് ബോറോണിന്റെ എക്സൈറ്റഡ് സ്റ്റേജിലേക്ക് വന്നേക്കുന്നതാണ്. ഇവിടെ നിന്നാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ SP2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഇങ്ങനെ കേട്ടോ. ഇപ്പൊ കഴിയും കേട്ടോ. അപ്പോ ഇത്രയും പേരെ നിൽക്കട്ടെ കേട്ടോ. ഓക്കെ. എന്നിട്ട് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് വിട്ടേക്കാം കേട്ടോ. എന്തായിരുന്നു നമ്മൾ പഠിച്ചത് എന്ന് പറഞ്ഞു നോക്കിയേ. പഠിച്ച തുടങ്ങി NSD വെരി ഗുഡ് കേട്ടോ. NSD തുടങ്ങിയത്, അത് കഴിഞ്ഞിട്ട് SF6. അപ്പൊ ഇന്നത്തെ ഹെഡിങ് എന്തായിരുന്നു? ലോൺ പെയർ ആൻഡ് ബോൺ പെയർ. അതിന് മുമ്പത്തെ ഹെഡിങ് എന്തായിരുന്നു? ബോൺ പെയർ ഓൺലി. അതിന്റെയാണ് നമ്മൾ പഠിച്ചത്. അത് 5 നല്ല ക്ലീൻ ആയിട്ട് പഠിച്ചിട്ട് അത് വെച്ച് കമ്പയർ ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ പഠിപ്പിച്ചേക്കുന്നത്. ആ മെത്തേഡ് ഇന്ന് തന്നെ നോക്കിയില്ലെങ്കിൽ മനസ്സിലാവില്ല. നാളെ വരുമ്പോ അയ്യോ ഇതിന്റെ ഈ ഡോട്ടൊക്കെ വരച്ചിട്ടുണ്ട്, ബോണ്ട് വന്നിട്ടുണ്ട്, അങ്ങനെയാവും. അതുകൊണ്ടാണ് ഓർത്ത് വെക്കുക ക്ലിയർ ആയിട്ട് കേട്ടോ. അപ്പൊ മൈൻഡ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും കേട്ടോ.